പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ സാമൂഹ്യ ദൗത്യം ഏറ്റെടുത്ത് ഈ പോരാട്ടത്തിൽ അകറ്റിരിച്ചിട്ടുള്ള പ്രിയപ്പെട്ട കോൺഗ്രസ് കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങൾക്കും യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ്, KSU പ്രവർത്തകർക്കും അഭിവാദ്യങ്ങൾ ആദ്യമേ നേരാൻ ആഗ്രഹിക്കുന്നു. നമ്മളൊരു തീരുമാനമെടുത്താൽ തുനിഞ്ഞിറങ്ങിയാൽ അതിന് റിസൾട്ടും കൊണ്ട് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന ഉജ്ജ്വലമായ സംഗമമായി ഈ വാക്കത്തൊന്ന് മാറ്റാൻ ഇവിടുത്തെ സഹപ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ട്. അത് പുലർച്ചെയാണെങ്കിലും ശരി, മഴയാണെങ്കിലും ശരി, വെയിലാണെങ്കിലും ശരി, ഒരു തീരുമാനമെടുത്താൽ അതിന്റെ പിന്നിൽ ഉറച്ചു നിന്ന് ഈ നാടിനു വേണ്ടി പൊരുതാനുള്ള ഈ പ്രദേശത്തെ, ഈ പ്രസ്ഥാനത്തിന്റെ, ഈ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും തയ്യാറായതിന്റെ ഉജ്ജ്വലമായ പ്രതീകമാണ് ഈ പോരാട്ടം. പ്രതിപക്ഷ നേതാവിനെ സൂചിപ്പിച്ച് പൊളിറ്റിക്കൽ പാർട്ടനേജ് എന്ന വാക്ക്, ഇവിടെ ലഹരിയുടെ വ്യാപനം, ആ ലഹരിയുടെ ഉപയോഗം, ലഹരി മൂലമുണ്ടാകുന്ന അപകടങ്ങൾ, വീടിനകത്ത് മാതാപിതാക്കൾ സുരക്ഷിതരല്ലാത്ത അപകടകരമായ വാർത്തകൾ ഈ കേരളം വായിക്കേണ്ടി വരുന്നത്, കാണേണ്ടി വരുന്നത്, മക്കളാൽ അമ്മമാർ കൊല്ലപ്പെടുന്ന വാർത്തകൾ, മക്കളാൽ പിതാക്കന്മാർ കൊല്ലപ്പെടുന്ന വാർത്തകൾ കേരളം കാണേണ്ടി വരുന്നത്, വായിക്കേണ്ടി വരുന്നത്, നിസ്സംഗരായി നോക്കി നിൽക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ മുഴുവൻ വീഴ്ചകളും ഈ നാടിന്റെ സമാധാനത്തെ കെടുത്തുമ്പോൾ അന്ത്യവരുടെ വീട്ടിൽ മക്കളാൽ കൊല്ലപ്പെടുമോ എന്ന് ആശങ്കയോടെ കഴിയുമ്പോൾ രക്ഷിതാക്കളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ലഹരിയിൽ നിന്നും ആ ലഹരിയുടെ വ്യാപനത്തിന് കാരണക്കാരിൽ നിന്നും ഒരു മോചനം ഈ കേരളം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ദിവസം ക്വിറ്റ് ഇന്ത്യ ദിനം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലെ ഏറ്റവും നിർണായകമായ ഒരു പോരാട്ടത്തിന് നാല് കുറിച്ച ഈ ദിനത്തിൽ ഈ സംസ്ഥാനത്ത് ലഹരിയിൽ നിന്ന് വിമുക്തമാക്കാൻ ക്വിറ്റ് റെഡ് ഡേ KPCC നിർദ്ദേശപ്രകാരം യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും KSU പ്രിയപ്പെട്ട പാർട്ടി സഹപ്രവർത്തകരും ചേർന്ന് നടത്തുന്ന ഈ വാക്കത്തൽ തീർച്ചയായിട്ടും അത് കണ്ണു തുറപ്പിക്കുന്നതാണ്. അത് തീർച്ചയായിട്ടും ഒരു ബോധവൽക്കരണത്തിന്റെ ഈ നാട് ലഹരിക്കെതിരായി ഒറ്റക്കെട്ടായി അണിനിരക്കുന്നു എന്നുള്ളതിന്റെ പ്രതീകമാണ്, സൂചനയാണ് എന്ന് മാത്രമല്ല സകല വീഴ്ചകളുടെയും ഉത്തരവാദികൾക്കെതിരായി ഒരു താക്കീത് കൂടിയാണ് ഈ വാക്കത്തോൺ എന്നുള്ളത് ഇവിടെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും ഒരിക്കൽ കൂടി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ ഹൃദയാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ് പാർട്ടി. KPCC വർക്കിംഗ് പ്രസിഡന്റ് AP ആയിരിക്കുന്നു. പ്രിയപ്പെട്ട KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ്, KPCC ജനറൽ സെക്രട്ടറി, മറ്റ് നേതാക്കളെ സഹപ്രവർത്തകർക്ക് സൂചിപ്പിച്ച പോലെ പ്രതികൂലമാണ് ഈ കാലാവസ്ഥ. പക്ഷേ പ്രതികൂലമായ കാലാവസ്ഥയിൽ ഇവിടെ നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നത് ഒരു വലിയ പോരാട്ടത്തിന് വേണ്ടി. ആ പോരാട്ടം എന്ന് പറയുന്നത് നമുക്ക് ഇന്നത്തെ യുവതലമുറ, നാളത്തെ നമ്മുടെ നാട്, അത് ഏറ്റവും ശക്തമായ രീതിയിൽ നിലനിൽക്കുക എന്നുള്ളതാണ്. ഇന്ന് പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന ലഹരി അത് നിർമ്മാർജ്ജനം ചെയ്യുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ വലിയ വില നമ്മുടെ ഈ നാട്, ഈ കേരളം കൊടുക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇത്തരത്തിലുള്ള ഒരു പോരാട്ടത്തിന് മുന്നിട്ടത്. ലഹരി എന്ന് പറയുമ്പോൾ അത് വെറും വാക്കിൽ ഒതുങ്ങുന്നതിനപ്പുറത്ത് നമ്മുടെ വീടുകളിലേക്ക് കടന്നു കയറി, നമ്മുടെ നാടുകളിലേക്ക് കടന്നു കയറി, നമ്മുടെ സമൂഹത്തിൻ്റെ ജീവിതത്തിൻ്റെ താളം തെറ്റിക്കുന്ന ഒരു തലത്തിലേക്ക് പോകുന്ന ഭീകരമായ ഒരു അവസ്ഥ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെതിരെ മൗനം പാലിച്ച് നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് KPCC ഏറ്റവും ശക്തമായ രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു ബോധവൽക്കരണത്തിന്റെ ഒരു തലത്തിലേക്ക് കൂടി സമൂഹത്തെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് വാക്കത്തോൺ ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ വളരെ നേരത്തെ തന്നെ ഈ ഒരു കാലാവസ്ഥയിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും പ്രത്യേകം അഭിവാദ്യം ചെയ്യുവാൻ ഈ സന്ദർഭം വിനിയോഗിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എറണാകുളത്തിന്റെ പ്രിയപ്പെട്ട MP ശ്രീ ഹൈബി ഈഡൻ, രാഷ്ട്രീയമില്ലാത്ത, മതമില്ലാത്ത, ലിംഗവ്യത്യാസമില്ലാത്ത ഈ നാടിന് ഡ്രഗ്സിന് മാത്രമാണ്, രാസലഹരിക്ക് മാത്രമാണ് ഈ സമൂഹത്തിൽ യാതൊരു വേർതിരിവുമില്ലാതെ നമ്മുടെ ഇടയിലേക്ക് കടന്നു കയറാൻ സാധിച്ചിട്ടുണ്ട്. ആ നാർക്കോട്ടിക് സിന്തറ്റിക് ഡ്രഗ്സിനെതിരെയുള്ള വലിയ പോരാട്ടത്തിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഈ രാജ്യത്തോടുള്ള വലിയ പ്രതിബദ്ധത സൂചിപ്പിക്കുന്നതാണ് ക്വിറ്റ് ഇന്ത്യ ദിനത്തിലുള്ള ക്വിറ്റ് ഡ്രഗ്സ് എന്ന ഒരു വാക്കത്തോൺ. അതിനെല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും. ഈ പ്രതിരോധമായ കാലാവസ്ഥയിൽ നിങ്ങളെല്ലാവരും അണിചേർന്നതിന് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജോലി KPCC ഇത് തീരുമാനിച്ച് അറിയിച്ച സമയം മുതൽ
ഇതിന് മുന്നിൽ നിന്ന് നേതൃത്വം നൽകുന്ന എറണാകുളത്തിൻ്റെ പ്രിയപ്പെട്ട DCC പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ഷിയാൻ, ബഹുമാന്യരായ നേതാക്കളെ, അത് രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും ലഹരിയുടെ ഉപയോഗവും അതുമൂലമുണ്ടാകുന്ന അക്രമങ്ങളും കൊലപാതകങ്ങളും സാമൂഹ്യ പ്രശ്നങ്ങളും ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും നമ്മുടെ നഗരപ്രദേശങ്ങൾ എറണാകുളം, കൊച്ചി, അതുപോലെ കോഴിക്കോട്, തിരുവനന്തപുരം 3 കേന്ദ്രങ്ങൾ 2024 ഉണ്ടായ ലഹരി ഉപയോഗിച്ചുകൊണ്ടുണ്ടായ ക്രൈമിനേക്കാൾ ഈ 2025 പകുതിയായപ്പോൾ ആ ക്രൈം 2024 ഉണ്ടായ അത്രയും ഈ 6 മാസക്കാലത്തിലധികം കൊണ്ട് 2025 സംഭവിച്ചിരിക്കുന്നു. 2024 ഈ ക്രൈമുമായി പിടിക്കപ്പെട്ട ആളുകളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ ആളുകൾ ഇന്ന് പിടിക്കപ്പെടുന്നു. 2024 കോടിക്കണക്കിന് രൂപയുടെ ലഹരി പദാർത്ഥങ്ങളാണ് പിടിക്കപ്പെട്ടതെങ്കിൽ അതിനേക്കാൾ കൂടുതലാണ് ഈ 6 മാസക്കാലം കൊണ്ട് 2025 പിടിക്കപ്പെടുന്നത്. നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത്? സർക്കാരിൻ്റെ നിഷ്ക്രിയത്വമാണ്, സർക്കാരിൻ്റെ ഉത്തരവാദിത്തമില്ലായ്മയാണ്. നിയമ നടപടികൾ സ്വീകരിച്ച് ഇത്തരത്തിലുള്ള ആളുകൾക്ക് കർശനമായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിയാത്തതാണ്. സാമ്പത്തിക നേട്ടത്തിനും ആനന്ദത്തിനും വേണ്ടി ഈ ലഹരി ഉപയോഗിക്കാൻ കേരളത്തിലെ കൂടുതൽ ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും ഒക്കെ ഇറങ്ങിത്തിരിക്കുന്നത്. സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ജോലി ചെയ്യുന്നവരുമായിട്ടുള്ള നിരവധി ചെറുപ്പക്കാർ, ആൺകുട്ടികളെന്നോ പെൺകുട്ടികളെന്നോ വ്യത്യാസമില്ലാതെ ഈ കേരളം പോലുള്ള ഈ കൊച്ചു സംസ്ഥാനത്ത് ലക്ഷക്കണക്കിന് ആളുകൾ ഇത് ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ചും രാസലഹരി ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ പോകുന്നത്. അതിനെതിരായിട്ടുള്ള വലിയ ബോധവൽക്കരണമാണ് ഇന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസും മാണാ കോൺഗ്രസിന്റെയും സംയുക്തമായി ചേർന്ന് നടക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർ ഈ ബോധവൽക്കരണ പരിപാടി, ഈ വാക്കത്തോൺ. അതുകൊണ്ട് ഇതിൽ പങ്കെടുക്കാൻ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ KPCC പറഞ്ഞതിന് ശേഷം എല്ലാ സ്ഥലങ്ങളിലും യോഗങ്ങൾ കൂടി അതിരാവിലെ തന്നെ 5 മണിക്ക് ഇവിടെ എത്തിച്ചേർന്ന് ഈ പരിപാടി വിജയിപ്പിക്കാൻ ഈ ജില്ലയിലെ മുഴുവൻ സഹപ്രവർത്തകരെ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങ് നമ്മളിവിടെ നിന്ന് ആരംഭിച്ച് മറൈഡ്രൈവിലാണ് ഇത് അവസാനിക്കുന്നത്. ഇത് അവസാനിക്കുന്നതുവരെ ഇതിൽ വന്നിരിക്കുന്ന മുഴുവൻ ആളുകൾ ഈ ഏത് മഴയോ പേമാരിയോ ഈ കൊടുങ്കാറ്റോ എന്തും ഉണ്ടായിക്കൊള്ളട്ടെ, ഈ ബോധവൽക്കരണം ഇത് സമൂഹത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ദുരിതപൂർണമായിട്ടുള്ള ജീവിതം സഹിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവർക്കൊക്കെ ഒരു താങ്ങായി തണലായി നമുക്ക് മാറാൻ കഴിയുന്നത് ഈ കുറച്ച് സമയം നമ്മൾ ഈ ബോധവൽക്കരണത്തിലൂടെ നടക്കുന്ന ഈ ക്യാമ്പയിനിലൂടെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ്. അതുകൊണ്ട് എല്ലാവരും ഇവിടെ കാണാൻ വേണ്ടിയിട്ടല്ല ഈ വാക്കത്തോണിൽ ഇവിടെ നിങ്ങൾ എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത്, ഇതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ പങ്കെടുത്ത് മറൈൻ ഡ്രൈവിൽ ഇത് അവസാനിക്കുമ്പോൾ പ്രഭാത ഭക്ഷണം കൂടി കഴിച്ചിട്ട് എല്ലാവരും പോകണം എന്ന് കൂടി വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. AICCയുടെ സെക്രട്ടറി ശ്രീ റോജി എംപിയോട്. ബഹുമാന്യരായ നേതാക്കളെ, പ്രിയമുള്ള സഹപ്രവർത്തകർ, LDF ഭരണത്തിന് കീഴിൽ കഴിഞ്ഞ 8-9 വർഷങ്ങളിൽ കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ഈ നാട് ലഹരിയുടെ താവളമായി മാറി എന്നുള്ളതാണ്. സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും സാധനങ്ങൾ ഓർഡർ ചെയ്യുന്ന ആളുകൾക്ക് മിനിറ്റുകൾക്കുള്ളിൽ വീടുകളിൽ ഇതെത്തുന്നത് പോലെ ഇന്ന് കേരളത്തിലെമ്പാടും ഏത് മുക്കിലും മൂലയിലും മയക്കുമരുന്ന് ആവശ്യമുള്ള ആളുകൾക്ക് മിനിറ്റുകൾക്കുള്ളിൽ അത് ലഭ്യമാകുന്ന തരത്തിലേക്ക് ഈ ലഹരി മാഫിയ കേരളത്തിലെമ്പാടും പടർന്ന് പന്തലിച്ചിരിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാടിനെ കാരണമില്ലെന്ന ഒരു തലമുറയെ തന്നെ ഇല്ലാതാക്കുന്ന ഈ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. പ്രിയപ്പെട്ട MLA ഏറ്റവും ബഹുമാന്യരായ നേതാക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരെ, വലിയൊരു സന്ദേശവുമായിട്ടാണ് കോൺഗ്രസ് പ്രസ്ഥാനം ഈ നാടിനെ മുച്ചൂട് മുടിക്കുന്ന ലഹരി ഉപയോഗത്തിനെതിരെ മുൻപന്തിയിൽ വന്നിരിക്കുന്നത്. ഓരോ കുടുംബത്തിൻ്റെയും ഓരോ വീടിൻ്റെയും ഓരോ അമ്മമാരുടെയും പിതാക്കന്മാരുടെയും ഒക്കെ വേദന ഇല്ലാതാക്കാനും
നമ്മുടെ നാടിൽ സമാധാനം കാക്ഷിക്കുന്നവരുടെ ഒരു ചിന്തയോടുകൂടിയാണ് ഈ ലഹരിക്കെതിരെ നമ്മൾ ഇന്ന് പോരാടുന്നത്. ജയിലുകളിൽ പോലും ലഭ്യമായി കൊണ്ടിരിക്കുന്ന, അതിനു പോലും ഒത്താശ ചെയ്യുന്ന ആളുകൾക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഒറ്റക്കെട്ടായി നടന്നു നീങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് വിജയിപ്പിക്കാനായിട്ട് എത്തിയിട്ടുള്ള എല്ലാവർക്കും അഭിവാദ്യം നേർന്നുകൊണ്ട് ഇതിന് നമ്മൾ ഒത്തൊരുമിച്ച് പോരാടാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് കോൺഗ്രസ്. ഈ വാക്കത്തോൺ ഉദ്ഘാടനം ചെയ്യാൻ പ്രിയങ്കരനായ ആദരണീയനായ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ അവരുടെ എത്തിയിട്ടുണ്ട്. ശ്രീ രാഹുൽ ഗാന്ധിയാണ് കേരളത്തിലെ ഇൻഫ്ലുവൻസേഴ്സുമായി, സോഷ്യൽ മീഡിയയിൽ യുവാക്കളെ ചെറുപ്പക്കാരുമായി ഈ വിഷയത്തിൽ, ഡ്രഗിന്റെ വിഷയത്തിൽ അതെങ്ങനെ പ്രതിരോധിക്കണം, അതിനുവേണ്ടി എങ്ങനെ സാമൂഹ്യ മുന്നേറ്റം ഒരുക്കണമെന്നുള്ള ചർച്ച ഡൽഹിയിൽ നടത്തുമ്പോൾ ആ ചർച്ച അടക്കം നമുക്ക് വേണ്ടി അതിനെല്ലാം നേതൃത്വം നൽകിയ പ്രിയങ്കരനായ ശ്രീ KC വേണുഗോപാൽ അവർ ഈ വാക്കത്തോട് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് ശ്രീ സതീശൻ, മറ്റ് ബഹുമാന്യരായിട്ടുള്ള എംപിമാർ, MLA ഉൾപ്പെടെയുള്ള നേതാക്കളെ, AICC ജനറൽ സെക്രട്ടറി ഇന്ന് ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ദിവസമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ബ്രിട്ടീഷുകാരനോട് ഇന്ത്യ വിടുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലെ ഐതിഹാസികമായ നിമിഷം കുറിച്ച ദിവസമാണ് ആഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. കേരളത്തിലെ കോൺഗ്രസ് ഈ ദിവസം നമ്മുടെ സമൂഹത്തിന് വേണ്ടി സമർപ്പിക്കുന്ന ഏറ്റവും മഹത്തരമായ മുദ്രാവാക്യവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നു. ഈ നാട് ആവശ്യപ്പെടുന്ന ഏറ്റവും മഹത്തരമായ മുദ്രാവാക്യം ഇന്ന് നമ്മുടെ പൊതുവിടങ്ങളിൽ, ഗൃഹങ്ങളിൽ അറിഞ്ഞും അറിയാതെയും ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും ഗുരുതരമായൊരു വിഷയത്തിനെതിരായിട്ടുള്ള പോരാട്ടമാണ് കോൺഗ്രസിലൂടെ ആരംഭിക്കുന്നത്. ക്വിറ്റ് ഡ്രഗ്സ് എന്ന് പറയുന്ന പോരാട്ടം. മയക്കുമരുന്നിൻ്റെ വ്യാപനത്തിൻ്റെ ശക്തി ഞാനിവിടെ പറയേണ്ട കാര്യമില്ല. സമൂഹത്തിലെ ഓരോ ആളുകളും ഇന്ന് അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ മേഖലയും അതിൻ്റെ പ്രത്യാഘാതങ്ങളാണ് നമുക്കെല്ലാവർക്കും അറിയാം. അത് വിതരണം ചെയ്യുന്ന എവിടെയാണ്, അത് എങ്ങനെയാണ് വരുന്നത് എന്ന് പോലും പറയാൻ പറ്റുന്നത്. ഡാർക്ക് വെബ് പോലെയുള്ള ക്രിപ്റ്റോ കറൻസി പോലെയുള്ള എല്ലാ സാധ്യതകളെയും ഉപയോഗിച്ചുകൊണ്ട് പരമാവധി മയക്കുമരുന്നുണ്ടാക്കുന്ന രീതിയിലേക്കാണ് നമ്മൾ പോകുന്നത്. മാത്രമല്ല, ഇത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് 15-നും 21-നും ഇടയിലുള്ള കൗമാരപ്രായക്കാരായിട്ടുള്ള കുട്ടികളെയാണ് എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ സ്കൂളുകളിൽ, നമ്മുടെ കലാലയങ്ങളിൽ ഒക്കെ തന്നെ ഇതിന് വിപണനം നടത്താൻ ആവശ്യമായിട്ടുള്ള നെറ്റ്വർക്കുകൾ നമ്മുടെ നാട്ടിലെമ്പാടും ഉണ്ടായി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ തലമുറയിൽ ഒരു കുട്ടിയെപ്പോലും ഇതിന് വിട്ടുകൊടുക്കാൻ പാടില്ല എന്നുള്ള നിശ്ചയദാർഢ്യത്തോടുള്ള പോരാട്ടമാണ് ഈ നാടിന് ആവശ്യമായിട്ടുള്ളത്. ഒരു കുട്ടിയെപ്പോലും ഈ മയക്കുമരുന്ന് ലോബിയുടെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കാൻ അനുവദിക്കില്ല എന്നുള്ള പോരാട്ടമാണ് കോൺഗ്രസും ഈ നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒന്നിച്ചു പറയേണ്ടതായിട്ടുള്ളത്. നിർഭാഗ്യവശാൽ ഞാൻ രാഷ്ട്രീയം പറയുന്നില്ല. നമ്മുടെ സർക്കാർ ഇക്കാര്യത്തിൽ നിസ്സംഗമായ സമീപനമാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. രണ്ടാമത് സർക്കാർ വന്നിട്ടും ആ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നിങ്ങൾക്കറിയാം ഈ നാട്ടിലുണ്ടാകുന്ന മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടം സത്യത്തിൽ ഫലവത്താണോ എന്നുള്ളത് തിരിച്ചറിയേണ്ട ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. പഞ്ചാബായിരുന്നു ഒരു കാലത്ത് ഡ്രഗിൻ്റെ ഏറ്റവും വലിയ കേന്ദ്രമായി പറഞ്ഞിരുന്നത്. അവിടുത്തെ സർക്കാരുകൾക്കെതിരെ അതിശക്തമായിട്ടുള്ള പ്രചരണവും ആയുധവുമായി നമ്മളെല്ലാ കാലത്തും അവിടെ പഞ്ചാബിൽ പ്രചരണം നടത്തിയിരുന്നു. പക്ഷേ ഇന്ന് കേരളവും ഏറ്റവും വലിയ സോഫ്റ്റ് ടാർഗറ്റായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് മയക്കുമരുന്ന് വ്യാപനത്തിൻ്റെ. ഇതിനെതിരായിട്ട് സർക്കാർ എന്ത് ചെയ്യുന്നുവെന്ന് അറിയാൻ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി സർക്കാരിൻ്റെ കൂടെയുള്ള ഇക്കാര്യത്തിൽ ഒരു വിദ്യാർത്ഥിയെപ്പോലും, ഒരു ചെറുപ്പക്കാരനെ പോലും ഈ മയക്കുമരുന്ന് ശൃംഖലയ്ക്ക് വിട്ടുകൊടുക്കാതിരിക്കാൻ ഉള്ള ബൃഹത്തായിട്ടുള്ള കർമ്മപരിപാടികൾ ആരംഭിച്ചാൽ അതിൻ്റെ കൂടെ ഒറ്റക്കെട്ടായി നിൽക്കാൻ നമ്മളെല്ലാം തയ്യാറാണ്. രാഷ്ട്രീയം മറന്നുകൊണ്ട് തയ്യാറാണ്. പക്ഷെ അവിടെ രാഷ്ട്രീയം മറക്കണം. കൊലപാതകവും കൂട്ടബലാത്സംഗവും അതുപോലെ അക്രമങ്ങളും നടത്തുന്ന സംഘങ്ങൾക്ക് വിളയാടാനുള്ള ഒരു പ്രദേശമായി കേരളത്തെ വിട്ടുകൊടുക്കാൻ പാടില്ല എന്നുള്ള നിശ്ചയദാർഢ്യത്തോടുകൂടി എല്ലാം ഉത്ഭവിക്കുന്നത് മയക്കുമരുന്നാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ തടയിടാനുള്ള ഏറ്റവും ശക്തമായ ഇച്ഛാശക്തിയുള്ള മനസ്സുമായി
സർക്കാർ മുന്നിട്ടിറങ്ങണമെന്നാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. പക്ഷേ കോൺഗ്രസ് എന്തു വന്നാലും ഈ വിപത്തിൽ നിന്നും കേരളത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അന്തിമ പോരാട്ടത്തിന് ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ്. അതാണ് ക്വിറ്റ് റെക്സ് എന്ന പേരിൽ ക്വിറ്റ് ഇന്ത്യ ദിനത്തിൽ നടത്തുന്ന ഈ പോരാട്ടം. ഇത് വിജയത്തിലെത്തട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് അതിനുവേണ്ടി ഒന്നിച്ചു മുന്നോട്ട് പോകാം. ഇത് വെറും നടത്തമല്ല, ഇത് വെറും പ്രചരണമല്ല. നമ്മുടെയൊക്കെ മനസ്സിനുള്ളിൽ ഇത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമങ്ങളും ഇനിഷ്യേറ്റീവുമായിരിക്കണം ഇനിയുള്ള നാളുകൾ ഉണ്ടാകേണ്ടത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്തതായിട്ട് ഫ്ലാഗ് ഓഫ് ചെയ്തതായിട്ട് അറിയിക്കുന്നു. നമസ്കാരം, ജയ് ഹിന്ദ്. നമ്മൾ ഈ ലൈനപ്പ് അനുസരിച്ച് എല്ലാവരും നിൽക്കുക. ഇവിടെ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. എല്ലാവരും അത് ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് നമുക്കെല്ലാം അറിയാം. അതുകൊണ്ട് ആ നിലയിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടെ ഈ ലൈനപ്പിൽ എല്ലാവരും പെട്ടെന്ന് നമുക്ക് അറേഞ്ച് ചെയ്യണം. സമയം തുടങ്ങേണ്ട സമയം കഴിഞ്ഞ് എത്രയും വേണം. ആദ്യം നേതാക്കന്മാരുടെ ബാനർ, അതിനുശേഷം യൂത്ത് കോൺഗ്രസ്, അതിനു പുറകിൽ മഹിളാ കോൺഗ്രസ്, അതിനു പുറകിൽ KSU, അതിനു പുറകിൽ കോൺഗ്രസ് പ്രവർത്തകർ. ഈ ഓർഡറിൽ എല്ലാവരും ലൈനപ്പ് ആണെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ അനൗൺസ്മെന്റ് വാഹനം ഇതിന്റെ മുമ്പിൽ, ഈ പരിപാടിയുടെ മുമ്പിൽ പോകണം. അതിനുള്ള ക്രമീകരണം കൊടുക്കണം. ഈ സ്റ്റേജ് വാഹനവും അനൗൺസ്മെന്റ് വാഹനവും അതിനുള്ള ഒരു ക്രമീകരണം കൂടി ചെയ്തു കൊടുക്കണം. ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളും അവരവരുടെ ബാനറിന്റെ ബാക്കിൽ പോകേണ്ടതാണ്. ഈ ഏറ്റവും ഫ്രണ്ടിൽ നേതാക്കന്മാർ ഈ ആദ്യ ബാനറിന്റെ മുമ്പിൽ ഫ്ലാഗ് ഓഫ് ചെയ്തതിന് ശേഷം അതിന്റെ പുറകിൽ യൂത്ത് കോൺഗ്രസ്, അതിനുശേഷം മഹിളാ കോൺഗ്രസ്, അതിന് പുറകിൽ KSU, അതിന് പുറകിൽ കോൺഗ്രസ്. എല്ലാവരും PCC പ്രസിഡന്റിന് ഈ പതാക കൈമാറി ഇവിടെ ഫ്ലാഗ് ഓഫ് ചെയ്യുക. ഈ വാക്കത്തോ ദയവേത് നിങ്ങളെല്ലാവരും ഈ ഫ്രണ്ടിൽ നിൽക്കുന്നവരെല്ലാവരും അവരവരുടെ ആ ഓർഡറിലേക്ക് പോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്ലീസ്. ഈ ബാനറിന് ആദ്യം ഫ്രണ്ട് ബാനറിന് പുറകിൽ യൂത്ത് കോൺഗ്രസ്, അതിന് പുറകിൽ KSU, അതിന് പുറകിൽ ഏറ്റവും മുൻവശം നേതൃത്വം, അത് കഴിഞ്ഞാൽ യൂത്ത് കോൺഗ്രസ്, അതിന് പുറകിൽ മഹിളാ കോൺഗ്രസ്, അതിന് പുറകിൽ KSU, അതിന് പുറകിൽ കോൺഗ്രസ്. ഈ ഓർഡറിലാണ് ആരംഭിക്കുന്നത്. നമ്മുടെ നേതാക്കന്മാർ ഈ മുൻവശത്തേക്ക് വരുന്നതിനുള്ള സൗകര്യം എത്തി കൊടുക്കുക. ഈ ഫ്രണ്ട് ബാനറിന് മുമ്പിലേക്ക് നേതാക്കന്മാർക്ക് അതിനുള്ള ഒരു സൗകര്യം എത്തി കൊടുക്കുക. നമ്മുടെ ഈ ഓർഡറിൽ അതിന് പുറകിൽ മഹിളാ കോൺഗ്രസുകാർ, അതിന് പുറകിൽ KSU, അതിന് പുറകിൽ നമ്മുടെ കോൺഗ്രസ് പ്രവർത്തകർ. ഈ ഓർഡറിൽ ഈ റോഡിന്റെ ഇടതുവശത്തെ എല്ലാവരും ലൈനപ്പ് ആകേണ്ടതാണ്. ഈ പറഞ്ഞ ഓർഡർ പ്ലീസ്. നമ്മളിവിടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഈ മുൻവശത്ത് തടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇതിന് ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുക പ്ലീസ്. ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന ആളുകൾ യൂത്ത് കോൺഗ്രസ്സുകാരെല്ലാവരും ഈ അവിടെ അങ്ങോട്ട് പോകണം പ്ലീസ്. യൂത്ത് കോൺഗ്രസ്സുകാരെല്ലാവരും ഈ ആദ്യത്തെ ബാനറിന് നേരെ പുറകുവശത്ത് വന്നിരിക്കണം പ്ലീസ്. നമ്മൾ ഏതാനും നിമിഷങ്ങൾക്ക് നമ്മുടെ വാക്കത്തോടുകൂടി നിന്ന് ആരംഭിക്കുമ്പോൾ ഫ്ലാഗ് ഓഫ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ഈ ബാനറിന്റെ മുൻവശത്ത് നിൽക്കുന്ന മുഴുവൻ ആളുകൾ പ്ലീസ്. നമ്മുടെ നേതാക്കന്മാർക്ക് മുൻവശത്തേക്ക് കടന്നു വരാൻ ഫ്രണ്ടിലേക്ക് ഈ ക്യാമറ നിൽക്കുന്ന വാഹനം കുറച്ച് മുൻവശത്തോട് കയറ്റില്ല.
ഫ്രണ്ടിലോട്ട് കയറ്റിടുക, കുറച്ച് ഫ്രണ്ടിലോട്ട് കയറ്റിടുക. ഈ ക്യാമറയുടെ വാഹനം കുറച്ച് മുൻവശത്തോട്ട് കയറ്റുക. ഈ സൈഡിൽ നിൽക്കുന്ന എല്ലാവരും ഇതിന്റെ ബാക്കിൽ ലൈനപ്പ് ആകേണ്ടതാണ്. പ്ലീസ് ഈ വാഹനം കുറച്ച് മുൻപോട്ട് കയറ്റിടുക. ഈ ക്യാമറ വാഹനം കുറച്ച് ഫ്രണ്ടിൽ കയറ്റുക. നമ്മുടെ ഈ മുൻപിൽ ആരും നിൽക്കരുത്. ഈ ബാനറിന്റെ മുൻപിൽ ആരും നിൽക്കരുത്. ഈ ബാനറിന്റെ മുൻപിൽ ആരും നിൽക്കരുത്. എല്ലാവരും സൈഡിൽ ഇതിന്റെ ബാക്കിൽ ലൈനപ്പ് ആവുക. പ്ലീസ് നമ്മളെല്ലാവരും സഹകരിച്ചെങ്കിൽ ഇത് ഭംഗിയായി നടക്കുകയുള്ളൂ. നീ സൈഡിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളും ഈ വാഹനം പ്ലീസ് നമ്മുടെ ഈ ക്യാമറക്കാരൊന്ന് ബാക്കോട്ട് പോന്നാൽ മതി. ക്യാമറ ഒന്ന് ബാക്കോട്ട് പോന്നാൽ ഇത് ഭംഗിയായിട്ട് നടക്കും. നമ്മുടെ ക്യാമറ ആളുകൾ ഒന്ന് ബാക്കോട്ട് പോന്നാൽ മതി. നമ്മളെ പ്ലീസ് സൈഡിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളും ഈ ക്യാമറ ഒന്ന് ബാക്കോട്ട് പോന്നാൽ മതി. നമ്മുടെ നേതാക്കന്മാരുടെ പുറകിൽ യൂത്ത് കോൺഗ്രസ്, അതിന് പുറകിൽ മഹിളാ കോൺഗ്രസ്, അതിന് പുറകിൽ KSU, അതിന് പുറകിൽ നമ്മുടെ കോൺഗ്രസ് പ്രവർത്തകർ, മുഴുവൻ ആളുകൾ ഈ ഓർഡറിൽ നിൽക്കേണ്ടതാണ്. പ്ലീസ് നമ്മുടെ ഈ സൈഡിൽ നിൽക്കുന്ന ആളുകൾ പ്ലീസ് സൈഡിൽ നിൽക്കുന്ന ആളുകൾ എത്രയും പേർ ഇതിന് പുറകിലോട്ട് പോകണം. നിങ്ങളൊന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് കയറി മതി. സൈഡിൽ നിൽക്കരുത് പ്ലീസ്. സൈഡിൽ ആരും ഇതിനകത്ത് കയറരുത്. ഈ മെയിൻ ഫ്രണ്ടിലെ ബാനറിന്റെ മുൻപിൽ ആരും വരരുത്. നമ്മൾ ഈ സൈഡിൽ നിൽക്കുന്ന ആളുകൾ ഇതിന്റെ ബാക്കിൽ വരണം. ഈ ഓർഡർ ആരും ഓർഡർ സൈഡിൽ നിൽക്കരുത് പ്ലീസ്. ഈ സൈഡിൽ നിൽക്കുന്ന ആളുകൾ ഈ ജാഥയുടെ ബാക്കിൽ വന്ന് ജാഥയിൽ പങ്കെടുക്കേണ്ടതാണ്. ശ്രദ്ധിക്കുക. ഇതിന് മുൻപിൽ ആയിരിക്കാനുള്ളത് ഈ സൈഡിൽ നിൽക്കുന്ന ഇതിന്റെ പ്രകാരം പോകുന്നത് പ്ലീസ്. ഈ നമ്മുടെ നേതാക്കന്മാരുടെ മുൻപിലെ ബാനറിന്റെ ഫ്രണ്ടിൽ ആരും കയറരുത്. സൈഡിൽ നിൽക്കുന്ന ആളുകൾ മുഴുവനും ഈ ബാനറിന്റെ പുറകിൽ ഏറ്റവും മുൻപിൽ നേതാക്കന്മാർ, അതിന് പുറകിൽ യൂത്ത് കോൺഗ്രസ്, അതിന് പുറകിൽ മഹിളാ കോൺഗ്രസ്, അതിന് പുറകിൽ KSU, അതിന് പുറകിൽ കോൺഗ്രസ് പ്രവർത്തകർ. ഈ ഓർഡർ എല്ലാവരും അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും സൈഡിൽ ഇരിക്കരുത് പ്ലീസ്. സൈഡിൽ ഇരിക്കാൻ നടക്കാൻ വേണ്ട. എല്ലാവരും ബാനറിന് മുകളിൽ നിൽക്കുക. ഇതാ വരികയാണ്. അത് ഈ പുലരിയിൽ നമുക്ക് ലഹരിക്കെതിരെ നടത്താൻ പ്രിയമുള്ളവരെ, ലഹരി മരുന്നുകളുടെ അടിമത്തത്തിൽ നിന്ന് ഉപബോധത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് കടന്നു നടത്താൻ പ്രിയമുള്ളവരെ, കേരളത്തിലെ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള അതേ ഇതാ ഈ നാടിന്റെ ചരിത്രത്താളുകളിൽ മഹാസംഭവമായി മാറുകയാണ്. ഇതാ ഈ മണിക്കാരിയുടെ ഈ സംഭവത്തിന്റെ കടന്നുവരികയാണ്. അതേ നമുക്ക് ചിന്തിച്ചിട്ടില്ല. ഈ നാടിനെ രക്ഷിപ്പിക്കുന്ന ലഹരിക്കെതിരെ നമുക്ക് പോകാം. അതിനായി നമുക്ക് കടന്നുവരിക. അതേ ഈ പുലരിയിൽ നമുക്ക് ലഹരിക്കെതിരെ നടത്താൻ പ്രിയമുള്ളവരെ, ഇതാ വരികയാണ്. കേരളത്തിലെ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള വാക്കത്തോളം ഇതാ ഈ വഴിക്കാടിയിലൂടെ കടന്നു വരികയാണ്. ഈ മെട്രോ നഗരത്തിന്റെ ചരിത്രത്താളുകളിൽ സംഘടിപ്പിക്കാത്ത ന്യായീകരണം ചെയ്യപ്പെടുന്ന ഒരു മഹാസംഭവത്തിന് ഈ നാടും ഇവിടെ ശ്രമിക്കുകയാണ്. അതേ ലഹരിക്കെതിരെ നമുക്ക് പോരാടാം. ഈ നാട്ടിലെ യുവതലമുറയെ കാത്തുനിൽക്കുന്ന ഈ മഹാവിപത്തിനെതിരെ നമുക്ക് കടന്നുനടത്താൻ കഴിയുന്നവരെ ഇതാ കേരളത്തിലെ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള വാക്കത്തോൾ ഇതാ വരികയാണ്. ഏതാനും സമയങ്ങൾക്ക് മുമ്പ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന് മുമ്പിൽ അതേ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സ്മാരകത്തിനായ മണ്ഡലി വേണുഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ച ഈ മഹാസംഭവം ഇതാ വരികയാണ്. വാക്കത്തോട് കടന്നു വരികയാണ്. ഇതാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ധർമ്മപടന്മാർ, അതേ യൂത്ത് കോൺഗ്രസിന്റെ പോരാളികൾ, AFC എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ, അവരെല്ലാവരും ഒരുമിച്ചുകൊണ്ട് ഇതാ ഈ നാടിന്റെ ഈ മെട്രോ നഗരത്തിന്റെ ഹൃദയത്തിലൂടെ അതേ ഒരു മനസ്സുമായി നമുക്ക് ലഹരിക്കെതിരെ പോരാടാമെന്ന ആ മുഖത്ത് മുദ്രാവാക്യത്തിലേക്ക് അവർ കടന്നു വരികയാണ്. ഈ പുലരിയിൽ നമുക്ക് ലഹരിക്കെതിരെ നടത്താൻ പ്രിയമുള്ളവരെ ഇതാ കേരളത്തിലെ കോൺഗ്രസ്
സംഘടിപ്പിച്ചിട്ടുള്ള വാക്കത്തോൺ ഇതായി വഴിത്താരയിലൂടെ കടന്നു വരികയാണ്. ഏതാനും സമയങ്ങൾക്ക് മുമ്പ് അതേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സുമുന്നതരായ നേതാക്കന്മാർ അവർ ആശയം പഠിച്ച് അവരുടെ അനുഗ്രഹത്തോടെ ഇതാ കേരളം ഈ എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള വാക്കത്തോൺ ഇതായി വഴിത്താരയിലൂടെ കടന്നു വരികയാണ്. അതേ ലഹരി മരുന്നുകളുടെ അനുഭവത്തിൽ നിന്നും സുബോധത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് നടക്കാൻ പ്രിയമുള്ളവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംസ്ഥാനം സംഘടിപ്പിക്കുന്ന ഇതായി നാടിന്റെ ചരിത്രത്താളുകളിൽ സംഘടിപ്പില്ലാത്ത ന്യായാലേഖനം ചെയ്യപ്പെടേണ്ട ഒരു മഹാസംഭവത്തിന് ഈ പുലരി സാക്ഷ്യം വഹിക്കുകയാണ്. ഈ നമുക്ക് ലഹരിക്കെതിരെ ഒരുമിക്കാൻ പ്രിയമുള്ളവരെ ഇതാ ലഹരിക്കെതിരെ നമുക്ക് നടമുടക്കാൻ പ്രിയമുള്ളവരെ ഇതാ ഈ വഴിധാരയിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ നേതാക്കന്മാർ കടന്നു വരികയാണ്. അതേ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സമാരാധനായ അതുപോലെ കേരളത്തിന്റെ പ്രത്യാശയുമായ നേതാവ് അതുപോലെ കോൺഗ്രസിന്റെ മുഖ്യരായ നേതാക്കന്മാർ രാഹുൽ മാങ്കൂട്ടത്തിലെ അതുപോലെ തുടങ്ങി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുഖ്യരായ നേതാക്കന്മാർ ഈ വെളിത്താരിയിൽ വരികയാണ്. അതേ വാക്കത്തോട് അതേ നടക്കാൻ പോകുന്ന എതിരിക്കെതിരെ ഈ പുലരിയിൽ നമുക്ക് നടക്കാൻ പ്രിയമുള്ളവരെ ഇതാ എറണാകുളത്തിന്റെ ഈ വിഷമകരത്തിന്റെ വിരുമാറിലൂടെ ഇതാ ായ വരികയാണ്. ഈ നാടിനെ നശിപ്പിക്കുന്ന വയസ്സുവരുന്നതിനെ നമുക്ക് ഭയങ്കരമില്ലാത്ത അതിനായി ായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംസ്ഥാനം കടന്നു വരികയാണ്. നിരവധി ഐതിഹാസികങ്ങളായ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംസ്ഥാനം വരികയാണ്. ഈ ലഹരിയെ നമുക്ക് ഈ നാട്ടിൽ വരികയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കടന്നു വരികയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ കോൺഗ്രസിന്റെ അതേ അവരെല്ലാവരും ഈ വാക്കത്തോടെ കളിച്ചിരിക്കുകയാണ്. ഇതാ ഈ വഴിക്കാരിയുടെ നിങ്ങളുടെയിലേക്ക് ഇവിടത്തെ ജനഹൃദയങ്ങളിലേക്ക് ഒരു സന്ദേശവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം കടന്നു വരികയാണ്. ഈ പുലരിയിൽ നമുക്ക് ലഹരിക്കെതിരെ നടക്കാൻ പ്രിയമുള്ളവരെ അതേ ലഹരി മരുന്നുകളുടെ അടിമത്തത്തിൽ നിന്നും സുബോധത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് നടക്കാൻ പ്രിയമുള്ളവരെ ഇതാ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള വാക്കത്തോട് ഈ നാടിന്റെ ചരിത്രസ്ഥാനങ്ങളിൽ ന്യായാലേഖനം ചെയ്യപ്പെടുകയാണ്. ഇതാ ഈ വഴിക്കാരിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം ഒരുങ്ങി വരികയാണ്. അതേ അവർ കടന്നു വരികയാണ്. നമുക്ക് ഒരുമിക്കാം ഈ നാടിന്റെ എക്കാലത്തിൽ നിന്നുള്ള വിപത്തിനെതിരെ നമുക്ക് അണിചേരാം. അതേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം കടന്നു വരികയാണ്. ഏതാനും സമയങ്ങൾക്ക് മുമ്പ് അതേ ഈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന് മുമ്പിൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമാരാധ്യരായ ജനറൽ സെക്രട്ടറി വേണുഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ച ഈ വാക്കത്തോട് ഇതാ വരികയാണ്. അതേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം വരികയാണ്. നിരവധി ഐതിഹാസികങ്ങളായ സമര പോരാട്ടങ്ങളിലൂടെ ഈ നാടിന്റെ ജനഹൃദയങ്ങളിൽ ഒരു മന്ത്രത്തിന് പോലെ കൊണ്ടുകൊടുത്ത അതേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം മറ്റൊരു പ്രതിജ്ഞയുമായി ഇതാ ഈ നാടിന്റെ ഈ മറ്റൊരു നഗരത്തിന്റെ ഹൃദയത്തിലൂടെ കടന്നു വരികയാണ്. ലഹരിക്കെതിരെ നമുക്ക് ഒരുമിക്കാം. അതെ ഈ പുലരിയിൽ നമുക്ക് ലഹരിക്കെതിരെ നടക്കാൻ പ്രിയമുള്ളവരെ ലഹരി മരുന്നുകളുടെ അടിമത്തത്തിൽ നിന്നും സുബോധത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് നടക്കാൻ പ്രിയമുള്ളവരെ ഇതാ വരികയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള വാക്കത്തോട് കടന്നു വരികയാണ്. ഈ വിപ്ലവത്തിന്റെ ചരിത്രത്താണെങ്കിൽ സംഘടിപ്പില്ലാത്ത ന്യായാലേഖനം ചെയ്യപ്പെടേണ്ട ഒരു മഹാസംഭവത്തിൽ ഈ നാട് ഹൃദയങ്ങളും സാക്ഷ്യം വഹിക്കുകയാണ്. ഈ നാടിനെ കാർന്നുനിന്നുന്ന അതേ വിപത്തത്തെ കാർന്നുനിന്നുന്ന ഈ മഹാവിപത്തിനെതിരെ ഒരുമിക്കുവാനുള്ള പ്രഖ്യാപനവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംസ്ഥാനം ഇതാ കടന്നു വരികയാണ്. അതേ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സമാരാധ്യരായ അതുപോലെ കേരളത്തിന്റെ പ്രതീക്ഷയും പ്രത്യാശയുമായ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ യുടി സുരേഷൻ തുടങ്ങി അതേ ഈ എറണാകുളത്തിലെ അതുപോലെ യൂത്ത് കോൺഗ്രസിന്റെ കാരണപ്പെട്ടവരായ രാഹുൽ മാങ്കൂട്ടം അതുപോലെ ഷാഫി പറമ്പിൽ DC തുടങ്ങി അതേ എറണാകുളത്തിന്റെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ശ്രീ
മുഹമ്മദ് ഷിയാസ് തുടങ്ങിയവർ ഇതാ നിങ്ങളുടെ അരികിലേക്ക് കടന്നു വരികയാണ്. അതേ പ്രിയമുള്ളവരെ, ഈ മുന്നണിയിൽ നമുക്ക് ലഹരിക്കെതിരെ കടക്കാൻ പ്രിയമുള്ളവരെ, അതേ ലഹരി വരുന്നവരുടെ അടിമത്തത്തിൽ നിന്നും സുബോധത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് നടക്കാൻ പ്രിയമുള്ളവരെ. ഇതാ ഇന്ത്യൻ രാഷ്ട്രീയ കോൺഗ്രസ് പ്രസ്ഥാനം സംഘടിപ്പിച്ചിട്ടുള്ള ഐതിഹാസികമായ വാക്കത്തോട് ഇതാ ഈ മണിക്കാരിൽ കടന്നു വരികയാണ്. അതേ ഈ നാടിനെ കടന്നിരുന്ന ഈ മഹാവിപത്തിനെ നമുക്ക് ലഭിക്കാൻ അതേ ആ ആഹ്വാനവുമായി ഇതാ ഇന്ത്യൻ രാഷ്ട്രീയ കോൺഗ്രസ് പ്രസ്ഥാനം കടന്നു വരികയാണ്. ഒരു യുവത്വം രക്ഷിച്ചാൽ ഈ നാടിന്റെ ശുചിത്വം ആ ലഹരിക്കെതിരെ യുവതലമുറയെ ഉണർത്തിക്കൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയ കോൺഗ്രസ് പ്രസ്ഥാനം കടന്നു വരികയാണ്. ഇന്നത്തെ സമൂഹത്തിലെ വളരെ വണ്ടി ചേർത്ത് ഈ വാക്കുകളെ ഈ വെട്ടുകാളുകളെ ഈ നാടും ഇവിടത്തെ ജനതയും സാക്ഷികളാകുകയാണ്. അങ്ങനെ പാടിക്കാൻ പറ്റും. ഈ നാട്ടു നശിക്കും. അവരെ അതേ ഈ നാടിനെയും ഈ നാട്ടിൽ ഭരിക്കുന്ന ഭരണാധികാരികളെയും ഈ മണിക്കാണിയുടെ ഈ ലക്ഷോപകരണത്തിന്റെ ഇവിടത്തെ മനസ്സും സാക്ഷികളാകുകയാണ്. ഈ കുതിരയിൽ നമുക്ക് ലഹരിക്കെതിരെ നടക്കാൻ പ്രിയമുള്ളവരെ, ലഹരി മയങ്ങളുടെ അടിമത്തത്തിൽ നിന്നും സുബോധത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് നടക്കാൻ പ്രിയമുള്ളവരെ, ഇന്ത്യൻ രാഷ്ട്രീയ കോൺഗ്രസിനെ പറ്റുന്ന ഐതിഹാസികമായ ഒരു ചരിത്ര മുഹൂർത്തത്തിന് ഈ നാടും ഇവിടുത്തെ മണ്ണിലും ഇവിടുത്തെ മനസ്സിലും സാക്ഷികളാകുകയാണ്. ഇതായി വാർത്തകളിൽ ഇതായി ഇന്ത്യൻ രാഷ്ട്രീയ കോൺഗ്രസ് പ്രസ്ഥാനം കടന്നു വരികയാണ്. യൂത്ത് കോൺഗ്രസിന്റെ സംഘടനരായ നേതാക്കന്മാർ, യൂത്ത് കോൺഗ്രസിന്റെ മുന്നണി പോരാളികൾ, അതേ മഹിളാ കോൺഗ്രസിന്റെ അതേ പ്രിയപ്പെട്ട അമ്മമാർ, അവരുടെ യുവതലമുറയുടെ ധ്യാനമറിയാവുന്ന അതേ അമ്മമാർ അവർ വരികയാണ്. അതേ എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഘടനായകന്മാർ അവർ വരികയാണ്. നമുക്ക് ഒരുമിക്കാം ഈ ലഹരി എന്ന മഹാവിപത്തിനെ നമുക്ക് അടിച്ചേരാം. ഇതാ ഇന്ത്യൻ രാഷ്ട്രീയ കോൺഗ്രസ് പ്രസ്ഥാനം കടന്നു വരികയാണ്. ലഹരികളുടെ അടിമത്തത്തിൽ നിന്നും സുബോധത്തിന്റെ ആ സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് നടത്താവുന്ന ആ ആഗ്രഹവുമായി ആ പ്രഖ്യാപനവുമായി ഇതാ ഇന്ത്യൻ രാഷ്ട്രീയ കോൺഗ്രസ് പ്രസ്ഥാനം കടന്നു വരികയാണ്. നിരവധി നിരവധി ഐതിഹാസികമായ ഈ നാടിൽ അതേ കട്ടപ്പുറത്ത് കൃത്യത്യായം പ്രഖ്യാപിച്ച ആ കൃത്യത്യാഗത്തിന്റെ ഓർമ്മകൾ ആ സ്മരണകളായി ഇറങ്ങിക്കൊണ്ട് അതേ ഇന്ത്യൻ രാഷ്ട്രീയ പ്രസ്ഥാനം പ്രഖ്യാപിക്കുകയാണ്. അതേ ലഹരി അത് കട്ടപ്പുറത്ത് ഈ നാടിന് പുറത്തേക്ക് കിടത്തു. അതേ ഇവിടത്തെ യുവതലമുറയുടെ മനസ്സിൽ നിന്നും കടത്തുപുറത്ത് ആ ലഹരി എന്ന മഹാവിപത്തിനെതിരെ ഇതാ ഒരു സമരപ്രഖ്യാപനത്തിന്റെ ഒരു സമരസ്ഥാപനവുമായി ഇന്ത്യൻ രാഷ്ട്രീയ പ്രസ്ഥാനം കടന്നു വരികയാണ്. ഈ വഴിക്കാണിയുടെ അതേ ഈ നാടിന്റെ ചരിത്രകാണികളുടെ ചെയ്യപ്പെടേണ്ട ഒരു മഹാസംരംഭത്തിന് ഈ നാടും ഇവിടത്തെ മനസ്സുകളും സാക്ഷികളാക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇതാ വരികയാണ്. ഏതാനും സമയങ്ങൾക്ക് മുമ്പ് അന്താരാഷ്ട്രീയ സ്റ്റേഡിയത്തിന് മുമ്പിൽ അതേ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമാരാധനായ ജനറൽ സെക്രട്ടറി വേണുഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ച ഈ വാക്കത്തോടുള്ള ഈ യാത്ര, ഈ നടത്തം കടന്നു വരികയാണ്. ഇന്ത്യൻ രാഷ്ട്രീയ കോൺഗ്രസ് പ്രസ്ഥാനം പ്രധാനികളായ അവർ വരികയാണ്. അതേ ഈ മഹാവിപത്തിനെതിരെ
യുവത്വത്തെ കാത്തുനിൽക്കുന്ന ഈ ലഹരിക്കെതിരെ നമുക്ക് ഒരുമിക്കാം പ്രിയമുള്ളവരെ, അവർ സ്വന്തമായി ചേരാൻ പ്രിയമുള്ളവരെ. ഈ യുവത്ത് അത് ഭയങ്കരമായി ഈ നാടിനെ നശിപ്പിക്കുമെന്ന ആ ഉത്സവവുമായി അത് ഈ നാട് ഭരിക്കുന്ന ഇന്ത്യൻ കോൺഗ്രസ് പ്രസ്ഥാനം കടന്നു വരികയാണ്. അതേ ഇന്ത്യൻ കോൺഗ്രസ് പ്രസ്ഥാനം അതേ യുവജനായ യുവജന കോൺഗ്രസിന്റെ പ്രവർത്തകർ, അതേ ഇവിടുത്തെ അമ്മ, അതേ മക്കള കോൺഗ്രസിന്റെ ഇവിടുത്തെ യുവാക്കളുടെ ആ ലഹരി അതിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുകയും കണ്ണീരെടുക്കുകയും ചെയ്യുന്ന അമ്മമാർ, അതേ വിദ്യാർത്ഥി സംഘടനയായ KSUവിന്റെ പ്രവർത്തകർ, അവരെല്ലാവരും ഇതായിലൂടെ കടന്നു വരികയാണ്. നിരവധി ഐതിഹാസികങ്ങളായ സമരപോരാട്ടങ്ങളിലൂടെ ഈ നാടിൻ ജനഹൃദയങ്ങളിൽ ഒരു വംശധ്വനി പോലെ കൊണ്ടുകൊള്ളുക ഈ ഇന്ത്യൻ കോൺഗ്രസ് പ്രസ്ഥാനം സൂര്യനസ്തമിക്കാത്തപ്പെട്ട സാമ്രാജ്യത്വ ശക്തികളോട് അതേ കണ്ടെത്തു പുറത്ത് അതേ ആ ബ്രിട്ടീഷുകാരോട് കണ്ടെത്തു പുറത്ത് തിരിച്ചെത്തിയ എന്ന് പ്രഖ്യാപിച്ച ആ ഇന്ത്യൻ കോൺഗ്രസ് പ്രസ്ഥാനം മറ്റൊരു വിജ്ഞാപനവുമായി ഇതാ ഈ എറണാകുളത്തിന്റെ തിരുവീതിയിലൂടെ കടന്നു വരികയാണ്. ഇവിടുത്തെ യുവത്വത്തിന്റെ വിളസിലേക്ക് കുടിയേറിയ ആ ലഹരി മരുന്നുകളോട് കടന്നു പുറത്ത് എന്ന പ്രഖ്യാപനവുമായി ഇതാ ഇന്ത്യൻ കോൺഗ്രസിന്റെ സമ്പന്നരായ നേതാക്കന്മാരാൽ നയിക്കപ്പെടുക ഐതിഹാസികമായ ഇതാ ഈ വാഹനത്തിന് പിന്നാലെയായി കടന്നു വരികയാണ്. ഇതാ നിങ്ങളിലേക്ക് ഇതാ അവർ കടന്നിറങ്ങുകയാണ്. ഒരു യുവത്വം നശിച്ചാൽ നാട് നശിക്കും. അതേ ലഹരി അറിയാതെ പോയി പണം കൊടുത്ത ലഹരി വാങ്ങുന്ന ഇപ്പതലമുറ അതേ നാടിന് ആപത്താവുമ്പോൾ അതിന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ അപകടം ഈ നാട് ഭരിക്കുന്ന ഭരണാധികാരികളുടെ മുമ്പിൽ കൂടി അനുസരിച്ചുകൊണ്ട് ഇന്ത്യൻ പ്രസ്ഥാനം ഇതാ കടന്നു വരികയാണ്. അതേ ഏതാനും സമയങ്ങൾക്ക് മുമ്പ് എറണാകുളം അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന് മുമ്പിൽ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന് മുമ്പിൽ അതേ നൂറുകണക്കിന് ആയിരക്കണക്കിന് സുമനസ്സുകളായ ആ ഇന്ത്യൻ കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സുമാരാധനായ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ നിർവഹിച്ച ഐതിഹാസികമായ വാക്കത്തോട് ഇതാ കടന്നു വരികയാണ്. ഈ മുന്നണിയിൽ നമുക്ക് ലഹരിക്കെതിരെ നടക്കാൻ കഴിയുന്നവരെ ഇതാ ഇന്ത്യൻ കോൺഗ്രസ് പ്രസ്ഥാനം കടന്നു വരികയാണ്. അതേ ലഹരി മരുന്നുകളുടെ അടിമത്തത്തിൽ നിന്നും സ്വബോധത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ഇതായി വാഹനത്തിന് പിന്നാലെ അവർ വരികയാണ്. നിരവധി ഐതിഹാസികങ്ങളായ സമരപോരാട്ടങ്ങളിലൂടെ ഈ നാടിൻ ജനഹൃദയങ്ങളിൽ ഒരു വംശധ്വനി പോലെ കൊണ്ടുകൊടുത്ത ഇന്ത്യൻ കോൺഗ്രസ് പ്രസ്ഥാനം ശക്തികളോട് കണ്ടുപിടുത്തത്ത് ഭിന്നിക്കായി പ്രഖ്യാപിച്ച ആ ഭിന്നിന്റെ സ്മരണകളെ കൈകൊണ്ടുകൊണ്ട് അതേ കണ്ടത്തുപുറത്ത് എന്ന പ്രഖ്യാപനവുമായി ഇന്ത്യൻ കോൺഗ്രസിന്റെ ഐതിഹാസികമായ വാക്കത്വം ഈ വഴിക്കാരിയുടെ കടന്നു വരികയാണ്. അതേ നഗരത്തിന്റെ ചരിത്രകാലങ്ങളിൽ ചെയ്യപ്പെടേണ്ട ഒരു മഹാസംഭവത്തിന് നാടും ഇവിടത്തെ മണ്ണിൽ ഇവിടത്തെ മനസ്സിലാക്കുകയാണ് കവാടത്തിനരികിൽ അതേ പ്രിയമുള്ളവരെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമാരാധനായ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ച ഐതിഹാസികമായ വാക്കത്തോട് ഇതാ ഈ വാഹനത്തിൽ തൊട്ടുപിന്നാലെയായി കടന്നു വരികയാണ്. ഒരു യുവത്വം നശിച്ചാൽ ആ നാട് നശിച്ചു. അതേ ജീവിതമെന്ന ലഹരി അറിയാതെ പോയവർ പണം കൊടുത്ത് ലഹരി വാങ്ങുന്ന യുവതലമുറ അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. അതേ നമുക്ക് ഇത് വേണ്ട. ഈ നാടിന്റെ ഭാവി വരുതലമുറയുടെ ഭാവി നമ്മുടെ യുവത്വം, നമ്മുടെ അമ്മമാർ, നമ്മുടെ കുടുംബം അതേ അവരെ ശിഥിലമാക്കാതിരിക്കുവാൻ ഈ ഇന്ത്യൻ കോൺഗ്രസ് പ്രസ്ഥാനം ഇതാ കടന്നു വരികയാണ്. ഇതാ ഈ വാഹനത്തിൽ തൊട്ടുപിന്നാലെ ഈ നാടിന്റെ ചരിത്രസ്ഥാനങ്ങളിൽ തങ്കലിംഗലാൽ ന്യായീകരണം ചെയ്യപ്പെടേണ്ട ഒരു മഹാസംഭവത്തിന് ഇതാ ഈ നാടും ഇവിടത്തെ മണ്ണും ഇവിടത്തെ മനസ്സുകളും സാക്ഷ്യം വഹിക്കുകയാണ്. അതേ പ്രിയമുള്ളവരെ ഈ മുന്നണിയിൽ നമുക്ക് ലഹരിക്കെതിരെ നടക്കാം. അതേ ലഹരി മരുന്നുകളുടെ അടിമത്തത്തിൽ നിന്നും സ്വബോധത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് നടക്കാം. പ്രിയമുള്ളവരെ ഈ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിക്കുക ഐതിഹാസികമായ വാക്കത്തോട് ഇതാ ഈ വഴിത്താരയിലൂടെ ഇവിടത്തെ സാധാരണക്കാരന്റെ ഹൃദയങ്ങളിലേക്ക് ഹൃദയവിധിയിലേക്ക് ഇതാ നടക്കുകയാണ്. നിരവധി ഐതിഹാസികങ്ങളായ സമരപോരാട്ടങ്ങളിലൂടെ ഈ നാടിൽ ജനഹൃദയങ്ങളിലെ നന്ദൂരെ കൊണ്ടുകൊള്ളുന്ന ഇന്ത്യൻ കോൺഗ്രസ് പ്രസ്ഥാനം സൂര്യനസ്തമിക്കാത്ത ഈ സാമ്രാജ്യത്വ ശക്തികളോട് അതേ കടക്കുപുറത്ത് എന്ന് പ്രഖ്യാപിച്ച ആ സമരത്തിന്റെ
കോൺഗ്രസിന്റെ ഓർമ്മകളെ ഇറക്കിക്കൊണ്ട് അതേ ഇവിടത്തെ യുവത്വത്തിന്റെ ഹൃദയങ്ങളിൽ കുടിയേറിയ ലഹരിമരുന്നുകളോട് പ്രഖ്യാപനം പോലെ കടത്തുപുറത്ത് എന്ന പ്രഖ്യാപനവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം കടന്നു വരികയാണ്. ഇതാ ഈ വഴിത്താരയുടെ അവർ വരികയാണ്. ഈ പുലരിയിൽ നമുക്ക് ലഹരിക്കെതിരെ കടമടക്കാം പ്രിയമുള്ളവരെ. ഇതാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കമ്മിറ്റി ഐതിഹാസികമായ വാക്കത്തോൾ ഇതാ ഈ വാക്കത്തിൽ പിന്നാലെയായി കടന്നു വരികയാണ്. ഒരു ആ പാട്ട് നശിച്ചു പ്രിയമുള്ളവരെ. അതേ ജീവിതമെന്ന ലഹരി അറിയാതെ പോയവർ പണം കൊടുത്ത് ലഭിക്കുവാക്കുന്ന യുവതലമുറകളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അതിലൊത്താശയിക്കുന്ന ഭരണകൂടത്തിന് ശക്തമായ താക്കീത് നൽകിക്കൊണ്ട് ഇതാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം കടന്നു വരികയാണ്. ഇതാ ഈ വഴിക്കാരിയുടെ ഈ നഗരത്തിന്റെ ചരിത്രത്താളുകളിൽ സംഖ്യാക്കളാൽ ന്യായീകരണം ചെയ്യപ്പെടുക ഒരു മഹാസംഭവത്തിന് ഈ കാലം ഇവിടത്തെ ഹൃദയങ്ങളും സാക്ഷ്യം വഹിക്കുകയാണ്. ഇതാ ഈ വാഹനത്തിന് പിന്നാലെ വാക്കത്തോട് കടന്നു വരികയാണ്. ഏതാനും സമയങ്ങൾ അതേ കരൂർ അന്താരാഷ്ട്ര അവാർഡത്തിൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമാനാർത്ഥിയായ കോൺഗ്രസിന്റെ അതേ ഇന്ത്യൻ കോൺഗ്രസിന്റെ യുവജന സംഘടനയായ യൂത്ത് കോൺഗ്രസിന്റെ പടയാളി അതേ മഹിളാ കോൺഗ്രസ് ഈ കേരളക്കരയിൽ അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഈ ലഹരി മരുന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ കണ്ണീർ വളർത്തുക അതേ ഈ കലാലയങ്ങളിൽ നിന്ന് ഇതിന്റെ ശ്രദ്ധയില്ലാത്ത സമരം നടത്തുക JSUവിന്റെ മുന്നണി പോരാളികൾ അവരെല്ലാവരും കൂടി ഇതാ ഈ വഴിത്താരയിലൂടെ കടന്നു വരികയാണ്. അതേ നമുക്ക് ലഭിക്കാം ഈ ലഭിക്കുന്ന മഹാവിപത്തിനെതിരെ നമുക്ക് അടിച്ചേരാവുന്ന ആഹ്വാനവും ഉത്സാഹവുമായി ഇതാ അവർ കടന്നു വരികയാണ്. എന്നുള്ളവരെ ഈ മുന്നണിയിൽ നമുക്ക് ലഹരിക്കെതിരെ കടന്നിടക്കാം. അതേ ജീവിതമെന്ന ലഹരിയറിയാതെ പണം കൊടുക്കുന്നതിനുള്ള യുവതലമുറകളെ അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് അതിനൊത്താശ ചെയ്യുന്ന നാട്ടുപിടിക്കുന്ന ഭരണകൂടത്തിന് ശക്തമായ കടന്നു വരികയാണ്. ഇതാ ഈ വാഹനത്തിൽ പിന്നാലെ വാക്കത്തോട് കടന്നു വരികയാണ്. ഇതാ ഈ മെട്രോ നഗരത്തിന്റെ ചരിത്രത്താളുകളിൽ തങ്കലിക്കലാൾക്ക് ന്യായീകരണം ചെയ്യപ്പെടുന്ന ഒരു മഹാസംഭവത്തിന് ഈ നാടുകളുടെ മണ്ഡലങ്ങളുടെ മനസ്സുകളും സാക്ഷ്യം വഹിക്കുകയാണ്. ഈ പിന്നണിയിൽ നമുക്ക് ലഹരിക്കെതിരെ നടക്കാൻ പ്രിയമുള്ളവരെ. അതേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിന്നിട്ടുള്ള വാക്കത്തോട് ഇതാ കടന്നു വരികയാണ്. ഇതാ ഈ വാഹനത്തിൽ തൊട്ട് പിന്നാലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പടയാളികൾ കടന്നു വരികയാണ്. ഒരു യുവത്വം നശിച്ചാൽ ആ നാട് നശിക്കുന്നു. അതേ ജീവിതമെന്ന ലഹരി അറിയാതെ പോയവർ പണം കൊടുത്ത് ലഹരിവാകുന്ന യുവതലമുറകളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതിന്റെ ചെയ്യുക അതിന്റെ നേതൃത്വം നടപ്പാത്ത ഈ നാട് ഭരിക്കുന്ന ഭരണകൂടത്തിനെതിരെ ശക്തമായ താക്കീത് നൽകിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം കടന്നു വരികയാണ്. അതേ ലഹരി മരുന്നുകളുടെ അടിമത്തത്തിൽ നിന്നും സ്വബോധത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ഇതാ നമുക്ക് നടക്കാം. ഇതാ നടക്കുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം ഈ മെട്രോ നഗരത്തിന്റെ ഇതാ ഹൃദയത്തിലൂടെ നടക്കുകയാണ്. ഈ പുലരിയിൽ നമുക്ക് ലഹരിക്കെതിരെ നടക്കാമെന്ന ആഹ്വാനവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം കടന്നു വരികയാണ്. ഏതാനും സമയങ്ങൾക്ക് മുമ്പ് അതേ കണ്ണൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന്റെ കവാടത്തിന് മുമ്പിൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സ്മാരാക്ഷരായ ജനറൽ സെക്രട്ടറി വേണുഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ച ഈ ഐതിഹാസികമായ വാക്കത്തോട് ഇതാ കടന്നു വരികയാണ്. ഈ വാഹനത്തിന് പിന്നാലെ അവരിതാ കടക്കുകയാണ് പ്രിയമുള്ളവരെ. നിരവധി ഐതിഹാസികങ്ങളായ സമര പോരാട്ടങ്ങളിലൂടെ ഈ നാടിൻ ഹൃദയങ്ങളിൽ ഒരു വംശത്തിന് കൂടിയുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം അതേ പതിനൂറത്ത് ഭിന്നിത്യ എന്ന് പ്രഖ്യാപിച്ച ആ ഭിന്നിത്യ സമരത്തിന്റെ സ്മരണം നടത്തിക്കൊണ്ട് അതേ ഭിന്നിത്യ അടുപ്പാടുന്നു എന്ന് മറ്റൊരു പ്രഖ്യാപനവുമായി അതേ ഈ നാട്ടിലെ യുവ ഹൃദയങ്ങളിലേക്ക് കുടിയേറിയ ആ വൈദ്യുമനങ്ങളോട് കടക്കുപുറത്ത് എന്ന പ്രഖ്യാപനവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം കടന്നു വരികയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ സമുന്നതരായ നേതാക്കൾ ഇതായി അതേ അനുഗമിക്കുകയാണ്. അതേ പ്രിയമുള്ളവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കൾ അതേ ഇന്ത്യൻ കോൺഗ്രസിന്റെ ബഹുമാനപ്പെട്ട യുവതുർഗികൾ ഇതാ അവരെല്ലാവരും ഈ ജാതിയെ ചെയ്യുകയാണ്. അവർ വരികയാണ്. ശക്തമായ സന്ദേശം
ഇവിടത്തെ യുവാക്കൾക്ക് അവരുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകിക്കൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയ കോൺഗ്രസ് പ്രസ്ഥാനം കടന്നു വരികയാണ്. ഈ മുന്നണിയിൽ നമുക്ക് ലഹരിക്കെതിരെ നടക്കാൻ പ്രിയമുള്ളവരെ, അതേ ലഹരി മരുന്നുകളുടെ അടിമത്തത്തിൽ നിന്നും സ്വബോധത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് നടക്കാൻ പ്രിയമുള്ളവരെ, ഇതാ ഇന്ത്യൻ രാഷ്ട്രീയ കോൺഗ്രസിന്റെ കേരള ഘടകം സംഘടിപ്പിച്ചിട്ടുള്ള ഐതിഹാസികമായ ലഹരി വിരുദ്ധ ആ സന്ദേശവുമായി ഇതാ വാക്കത്തോടുമായി ഇതാ ഇന്ത്യൻ രാഷ്ട്രീയ കോൺഗ്രസ് പ്രസ്ഥാനം കടന്നു വരികയാണ്. ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ അവർ വരികയാണ്. പ്രിയമുള്ളവരെ, ഒരു യുവത്വം നശിച്ചാൽ ആ നാട് നശിച്ചു. അതേ ജീവിതമെന്ന ലഹരി അറിയാതെ പോയവർ പണം കൊടുത്ത് ലഹരി വാഴ്ത്തുന്ന ഈ യുവതലമുറകളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇതിനൊത്താശകൾ ചെയ്യുന്ന, അതിന് നിയന്ത്രണം ഏർപ്പെടുത്താത്ത ഈ നാട് ഭരിക്കുന്ന ഭരണകൂടങ്ങൾക്ക് ശക്തമായ താക്കീത് നൽകിക്കൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയ കോൺഗ്രസ് പ്രസ്ഥാനം കടന്നു വരികയാണ്. ഇത് അവർ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, വിദ്യാലയങ്ങൾ ഇന്ന് ലഹരിക്ക് വലിയ വിപണന കേന്ദ്രങ്ങളാകുമ്പോൾ അതിന് തടയിടാകുന്ന അതേ വിരുദ്ധവാദപരമായി പെരുമാറുന്ന ഈ നാട് ഭരിക്കുന്ന ഭരണകൂടത്തിനെതിരെ അവർക്ക് ശക്തമായ താക്കീത് നൽകിക്കൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയ കോൺഗ്രസ് പ്രസ്ഥാനം കടന്നു വരികയാണ്. ഈ മുന്നണിയിൽ നമുക്ക് ലഹരിക്കെതിരെ കടക്കാൻ പ്രിയമുള്ളവരെ, അതേ ലഹരി മരുന്നുകളുടെ അടിമത്തത്തിൽ നിന്നും നമുക്ക് സ്വബോധത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നടക്കാൻ പ്രിയമുള്ളവരെ, ഇന്ത്യൻ രാഷ്ട്രീയ കോൺഗ്രസ് പ്രസ്ഥാനം കടന്നു വരികയാണ്. ഈ നാടിന്റെ ചരിത്രസ്ഥാനങ്ങളിൽ സംഘടിപ്പിക്കാൻ ജനാലേഖനം ചെയ്യപ്പെടേണ്ട ഒരു മഹാസംഭവത്തിന് ഇതാ ഇവിടുത്തെ നാടും ഇവിടുത്തെ മനസ്സുകളുടെ മണ്ണും സാക്ഷ്യം വഹിക്കുകയാണ്. അതെ, ഇതാ ഇന്ത്യൻ രാഷ്ട്രീയ കോൺഗ്രസ് പ്രസ്ഥാനം കടന്നു വരികയാണ്. ഒരു യുവത്വം നശിച്ചാൽ ആ നാട് നശിച്ചു. അതേ ജീവിതമെന്ന് ലഹരി അറിയാതെ പോയവർ പണം കൊടുത്ത് ലഹരി വാങ്ങുമ്പോൾ ആ യുവത്വത്തിന് അതേ സന്ദേശം നൽകുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയ കോൺഗ്രസ് പ്രസ്ഥാനം. നിരവധി ഐതിഹാസികങ്ങളായ സമര പോരാട്ടങ്ങളിലൂടെ ഈ നാടിൻ ജനഹൃദയങ്ങളിൽ ഒരു വംശത്തിനെ പോലെ പിടികൊള്ളുന്ന ഇന്ത്യൻ രാഷ്ട്രീയ കോൺഗ്രസ് പ്രസ്ഥാനം ശക്തികളോട് അതേ ജീവിതം അതേ എന്ന ആ പ്രഖ്യാപനം നടത്തിയ ആ വിദ്യാഭ്യാസത്തിന്റെ സ്മരണകൾ ഉണർത്തിക്കൊണ്ട് മറ്റൊരു കടന്നു പുറത്തുന്ന പ്രഖ്യാപനവുമായി മയക്കുമരുന്നുകളോട് ആ പ്രഖ്യാപനവുമായി ഇതാ ഇന്ത്യൻ രാഷ്ട്രീയ കോൺഗ്രസ് പ്രസ്ഥാനം കടന്നു വരികയാണ്. അതേ ഈ പുനരിയിൽ നമുക്ക് ലഹരിക്കെതിരെ നടക്കാൻ പ്രിയമുള്ളവരെ, ഇന്ത്യൻ രാഷ്ട്രീയ കോൺഗ്രസിന്റെ കേരള ഘടകം സംഘടിപ്പിച്ചിട്ടുള്ള ഐതിഹാസികമായ വാക്കത്വം ഇതാ ഈ മണ്ണിലൂടെ ഈ വഴിധാരികളുടെ കടന്നു വരികയാണ്. ഈ നാടിന്റെ ചരിത്രത്താളുകളെ സംഘടിപ്പിക്കാൻ ചെയ്യപ്പെടേണ്ട ഒരു മഹാസംഭവത്തിന് ഈ നാടും ഇവിടത്തെ മണ്ണും ഇവിടത്തെ മനസ്സോടും സാക്ഷ്യം വഹിക്കുകയാണ്. അതേ ഒരു യുവത്വം നശിച്ചാൽ ആ നാട് നശിച്ചു. ജീവിതമെന്ന ലഹരി അറിയാതെ പണം കൊടുത്ത് ലഹരിയാകുന്ന യുവത്വത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതേ വിദ്യാലയത്തിൽ നിന്ന് ലഹരിയുടെ വ്യക്തിയാകുന്ന പണക്കുന്ന നേരമാകുമ്പോൾ അതിന് നിലപാടുകൾ കൊടുക്കാത്ത ഒത്താശപ്പെടുത്തുന്ന ഭരണകൂടത്തിന്റെ ശക്തമായ താക്കീത് നൽകിക്കൊണ്ട് ഇതാ ഇന്ത്യൻ രാഷ്ട്രീയ കോൺഗ്രസ് പ്രസ്ഥാനം കടന്നു വരികയാണ്. ഈ നാടിന്റെ ചരിത്രനാളുകളിൽ സംഘടിപ്പിക്കാൻ ജനാലേഖനം ചെയ്യപ്പെടേണ്ട ഒരു മഹാസംഭവത്തിന് നിങ്ങളിതാ സാക്ഷ്യം വഹിക്കുകയാണ്. ഇതാ ഈ വാഹനത്തിന് തൊട്ടുപിന്നാലെ അവർ കടന്നു വരികയാണ്. ഈ മുന്നണിയിൽ നമുക്ക് ലഹരിക്കെതിരെ നടക്കാൻ പ്രിയമുള്ളവരെ, ലഹരി മരുന്നുകളുടെ അടിമത്തത്തിൽ നിന്നും സ്വബോധത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് നടക്കാൻ പ്രിയമുള്ളവരെ, അത് ഏതാനും സമയങ്ങൾക്ക് മുമ്പ് ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന്റെ സമീപത്ത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമാരാധനായ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ച ഐതിഹാസികമായ ഇത് ഇന്ത്യൻ രാഷ്ട്രീയ കോൺഗ്രസിന്റെ വാക്കത്തോട് ഇത് കടന്നു വരികയാണ്. ഈ വഴിധാരിയിലൂടെ അതേ ഇന്ത്യൻ രാഷ്ട്രീയ കോൺഗ്രസിന്റെ അതേ ഈ നാടിന്റെ പ്രിയപ്പെട്ട ശ്രീ ഹൈവേയുടെ അതുപോലെ അതുപോലെ യുവ നേതാക്കന്മാരായ രാഹുൽ മാങ്കൂട്ടം ശാസ്ത്രജ്ഞർ തുടങ്ങി മുതലായ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ അതുപോലെ ഇന്ത്യൻ രാഷ്ട്രീയ കോൺഗ്രസിന്റെ ഈ എറണാകുളത്തിന്റെ സ്ഥാനാർത്ഥിയായ ശ്രീ മുഹമ്മദ് ഷിയാബ് തുടങ്ങിയവർ ഇതാ വരികയാണ്. അതേ സന്ദേശം ഈ ജനപ്രത്തെ യുവാക്കളുടെ മുമ്പിൽ ഉണർത്തിക്കൊണ്ട് ഈ നാട് ഭരിക്കുന്നവരുടെ മുമ്പിൽ ഉണർത്തിക്കൊണ്ട് ഇതാ ഇന്ത്യൻ രാഷ്ട്രീയ കോൺഗ്രസ് പ്രസ്ഥാനം കടന്നു വരികയാണ്. ഈ പുനരിയിൽ നമുക്ക് ലഹരിക്കെതിരെ നടക്കാൻ പ്രിയമുള്ളവരെ
ലഹരി മരുന്നുകളുടെ അടിമത്തത്തിൽ നിന്നും സുബോധത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് നടന്നടക്കാൻ പ്രിയമുള്ളവരെ ഇതാ അവർ വരികയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം കടന്നു വരികയാണ്. ഇതാ ഈ വെടിച്ചാരയിലൂടെ നിരവധി ഐതിഹാസികങ്ങളായ സമര പോരാട്ടങ്ങളിലൂടെ ഈ നാടിൻ ജനഹൃദയങ്ങളിൽ ഒരു മന്ത്രധ്വനി പോലെ കുടികൊള്ളുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം സൂര്യനസ്തമിക്കാത്ത കുട്ടി സാമ്രാജ്യത്വ ശക്തികളോട് കണ്ടെത്തുന്നത് ഭിന്നിന്ത്യ എന്ന് പ്രഖ്യാപിച്ച ആ ഭിന്നിന്ത്യ സമരത്തിന്റെ സ്മരണകളും ഉണർത്തിക്കൊണ്ട് അതേ ഇവിടുത്തെ യുവാക്കളുടെ കണ്ടെത്തുന്നത് ആഗ്രഹവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കടന്നു വരികയാണ്. ഇതായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമുദായ നേതാക്കൾ കടന്നു വരികയാണ്. അതേ യൂത്ത് കോൺഗ്രസ് വരികയാണ്. അതേ അതേ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ കരുത്തരായ ഗുണന്മാർ കടന്നു വരികയാണ്. അതേ ഈ ലഹരിക്കെതിരെ നമുക്ക് പോരാടാൻ കഴിയുന്നവരെ ഇന്ത്യൻ അതേ നിലപാടുകൾ സ്വീകരിക്കാനും ഭരണകൂടത്തിന് ശക്തമായ താക്കീതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം കടന്നു വരികയാണ്. ഇതായി വരികയാണ്. ഇതാ വാക്കുകൾ കടന്നു വരികയാണ്. അത് ഈ കുതിരയിൽ ഇതാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം കടന്നു വരികയാണ്. ഇതാ ഈ കളിക്കാരിയുടെ പരിസരക്കാരങ്ങളിൽ ഈ വഴിക്കാരയിലൂടെ ഏതാനും വലിയവർക്ക് മുമ്പ് കലൂർ ജവഹർലാൽ നെഹ്റു സമീപത്ത് അതേ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമാരാധ്യരായ സെക്രട്ടറി വേണുഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ച ഐതിഹാസികമായ വാക്കത്തോൾ ഇതായി വാക്കത്തിന്റെ പിന്നാലെയായി കടന്നു വരികയാണ്. ഇതാ പ്രിയമുള്ളവരെ ഈ ധാരണയിൽ ഈ വാക്കത്തോടെ ഈ നടത്തത്തിൽ അതേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ KSUവിന്റെ അങ്ങനെ ഈ നാടിന്റെ നാനാ കുടുംബങ്ങളിലുള്ള ചെയ്യുകയാണ്. അതേ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ അതുപോലെ അതേ കമലാ കോൺഗ്രസിന്റെ കൂടുതൽ സക്രിയവാക്കുകളെ നടത്തുന്നതാണ്. അതുപോലെ പ്രസ്ഥാനത്തിന്റെ കരുത്തായ എല്ലാവരും ഈ വാക്കത്തോടെ ചെയ്യുകയാണ്. ഈ നാടിന്റെ ചരിത്രസ്ഥാനങ്ങളെ ധനാന്വേഷണം ചെയ്യപ്പെടേണ്ട ഒരു മഹാസംഭവത്തിന് ഇതാ ഈ നാടും ഇവിടുത്തെ മണ്ണും ഇവിടുത്തെ മനസ്സുകളും സാക്ഷ്യം വഹിക്കുകയാണ്. ഒരു യുവത്വം നശിച്ചാൽ ആ നാട് നശിച്ചു ചെയ്യപ്പെടുന്നവരെ അതേ ജീവിതത്തിന്റെ ലഹരി അറിയാതെ പോയവർ പണം കൊടുത്ത് ലഹരിവാകുമ്പോൾ അതേ അതിനെത്താതെ ചെയ്തുകൊണ്ടെത്തുന്ന ഈ നാട്ടിലേക്കുന്ന ഭരണകൂടത്തിനെതിരെ ശക്തിയായ താക്കീതുകളിൽ കൊണ്ട് അതേ ആ യുവത്വത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതേ വൈദ്യുതിനെതിരെ നമുക്ക് പിടിക്കാനാക്കുവാനുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കർമ്മപരന്മാർ നടത്തുന്ന ഐതിഹാസികമായ വാക്കത്തോൾ ഇതായി വാഹനത്തിൽ പിന്നാലെയായി കടന്നു വരികയാണ്. ഈ പുലരിയിൽ നമുക്ക് ലഹരിക്കെതിരെ കടക്കാം പ്രിയമുള്ളവരെ അതേ ലഹരി മരുന്നുകളുടെ അടിമത്തത്തിൽ നിന്നും സുബോധത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക്
നമുക്ക് നടന്നിറക്കാം പ്രിയമുള്ളവരെ. ഇതാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം കടന്നു വരികയാണ്. ഈ വാഹനത്തിൽ തൊട്ടു പിന്നാലെ അതേ ഐതിഹാസികമായ ഈ നാടിന്റെ ഒരു ചരിത്ര സംഭവത്തിന് ഈ നാടും ഇവിടുത്തെ മണ്ണും സാക്ഷ്യം വഹിക്കുകയാണ്. ലഹരിക്കെതിരെ ഇതാ ശക്തമായ ഒരു കൊടുങ്കാറ്റായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം കടന്നു വരികയാണ്. ഈ നാട് ഭരിക്കുന്ന ഭരണകൂടത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ മഹാവിപത്തിനെ കുറിച്ച് ബോധമില്ലാതെ നാട് ഭരിക്കുന്നവർ അതേ പ്രിയമുള്ളവരെ ഇന്ന് വിദ്യാലയങ്ങളിലും കലാലയങ്ങളിലും ലഹരി മരുന്നുകളുടെ വിപണന കേന്ദ്രങ്ങളായി മാറുമ്പോൾ അതിനെതിരെ കണ്ണടക്കുന്ന നാട് ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് ശക്തമായ താക്കീത് നൽകിക്കൊണ്ട് ഇതാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം കടന്നു വരികയാണ്. ഏതാനും സമയങ്ങൾക്ക് മുമ്പ് അതേ കണ്ണൂർ അന്താരാഷ്ട്ര ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന് മുമ്പിൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമാരാധ്യനായ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ ഉദ്ഘാടനം ഐതിഹാസികമായ ഈ നാടിന്റെ ചെയ്യപ്പെടേണ്ട ഇതാ വാക്കത്തോൺ ഇതാ കടന്നു വരികയാണ്. അത് നടക്കുകയാണ്. ഈ നഗരത്തിന്റെ ഹൃദയത്തിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം നടക്കുകയാണ്. അതേ ലഹരിക്കെതിരെ യുവാക്കളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇതിലൊത്താശ ചെയ്യുക നാട്ടുഭരിക്കുന്ന ഭരണകൂടത്തിന് ശക്തമായ ഈ വാഹനത്തിന് തൊട്ടുപിന്നാലെ ഈ നഗരത്തിന്റെ ചരിത്രത്താളുകളിൽ ചെയ്യപ്പെടേണ്ട ഈ മഹാസംഭവത്തിന് നിങ്ങൾ നേരിട്ട് സാക്ഷികളാകുമ്പോൾ പ്രിയമുള്ളവരെ ഇടപെടുന്നില്ല. ഈ ലഹരി നാടിന്റെ നശിപ്പിക്കുന്ന ഈ ലഹരിക്കെതിരെ ഉണ്ടാകാവുന്ന ആ പ്രഖ്യാപനവുമായി ഇതാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം നടക്കുകയാണ്. ഇതാ വാഹനത്തോട് കടന്നു വരികയാണ്. ഒരു യുവത്വം നശിച്ചാൽ ആ നാട് നശിച്ചു പോകും പ്രിയമുള്ളവരെ. അതേ ജീവിതത്തിന്റെ ലഹരി അറിയാത്തവർ, അത് അനുഭവിക്കാത്തവർ, അതേ പണക്കൊടത്തിൽ ലഹരി വാങ്ങുന്ന യുവത്വത്തിന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതേ ഇത് കലാലയങ്ങളിലും വിദ്യാലയങ്ങളിലും മരുന്നിന്റെ വലിയ വലിയ വിപണനങ്ങൾ തുറക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാനും അതിനെ നടപടിയെടുക്കുവാനും സാധിക്കാതെ പോകുന്ന നാട് ഭരിക്കുന്ന ഭരണകൂടത്തിന് ശക്തമായ താക്കീത് നൽകിക്കൊണ്ട് ഇതാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം കടന്നു വരികയാണ്. നിരവധി ഐതിഹാസികങ്ങളായ സമരപോരാട്ടങ്ങളിലൂടെ ഈ നാടിൻ ജനഹൃദയങ്ങളിലെ മധ്യസ്ഥിതി പോലെ കൊണ്ടുകൊള്ളുക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം സൂര്യനസ്തമിക്കാത്ത കുട്ടികളോട് അതേ അവരോട് ശക്തമായ ഭാഷയിൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം അവർ മറ്റൊരു പ്രഖ്യാപനവും നടത്തുകയാണ്. ഇന്ന് യുവാക്കളുടെ ഹൃദയങ്ങളിലേക്ക് കുടിയേറിയ മയക്കുമരുന്നുകളുടെ കടത്തുപുറത്തിയ പ്രഖ്യാപനവുമായി ഇതാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം കടന്നു വരികയാണ്. ഇന്ന് ഏതാനും സമയങ്ങൾക്ക് മുമ്പ് അതേ കലൂർ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന് സമീപത്ത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമാരാധ്യനായ അധ്യക്ഷൻ അതേ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സമാരാധ്യനായ ശ്രീ സണ്ണി ജോസഫിന്റെയും അതുപോലെ കേരളത്തിന്റെ പ്രതീക്ഷയും പ്രത്യേകയുമായ ശ്രീ പ്രതിപക്ഷ നേതാവിന്റെയും സാന്നിധ്യത്തിൽ അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമരരായ നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ അതേ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമാരാധ്യനായ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ച് സാമൂഹ്യം ചെയ്ത ഇതാ വാഹനത്തോട് ഈ വഴിക്കാരിയിലൂടെ കടന്നു വരികയാണ്. ഇതാ ഈ വാഹനത്തിന് തൊട്ടുപിന്നാലെ ഇതാ വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സമൂഹത്തിന് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ലഹരി എന്ന മഹാവിപത്തിനെതിരെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഐതിഹാസികമായ മാറ്റത്തോട് ഇതാ കടന്നു വരികയാണ്. ഈ പുനരിയിൽ നമുക്ക് ലഹരിക്കെതിരെ നടക്കാൻ പ്രിയമുള്ളവരെ ആ പ്രഖ്യാപനവുമായി ലഹരി മരുന്നുകളുടെ അടിമത്തത്തിൽ നിന്നും സമൂഹത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് നടക്കാൻ പ്രിയമുള്ളവരെ എന്ന പ്രഖ്യാപനവുമായി ഇതാ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഐതിഹാസികമായ മാറ്റത്തോട് ഇതായി വെടിക്കാരിയുടെ കടന്നു വരികയാണ്. അതേ നഗരത്തിന്റെ വെടിച്ചാളുകളിൽ ചെയ്യപ്പെടേണ്ട ഒരു മഹാസംഭവത്തിന് ഈ നാടിന്റെ മറ്റുള്ള സാക്ഷ്യം വഹിക്കുകയാണ്. ഈ മാറ്റത്തോടിൽ യൂത്ത് കോൺഗ്രസിന്റെ യുവകൂട്ടന്മാർ അതുപോലെ കോൺഗ്രസിന്റെ പ്രവർത്തകർ അതേ ഏറ്റവും അധികം ലഹരി മരുന്നുകൾ കൊണ്ട് കണ്ണീർ വാങ്ങേണ്ടി വന്ന ഹൃദയം തകർന്നു പോകുന്ന അമ്മമാർ അവരും ഈ ധാരയിൽ പങ്കുചേരുകയാണ്. അതുപോലെ കലാലയത്തിന്റെ കരുത്തായ ASUവിന്റെ ചില കൂട്ടക്കാർ ഇതാ വരികയാണ്. അതേ ലഹരിക്കെതിരെ കടിച്ചേരാത്ത പ്രഖ്യാപനവുമായി ഐതിഹാസികമായ ഇതാ വാക്കത്തോട് ഈ വാഹനത്തിന് തൊട്ടുപിന്നാലെയായി കടന്നു വരികയാണ്. നിരവധി ഐതിഹാസികങ്ങളായ സമരപോരാട്ടങ്ങളിലൂടെ ഈ നാടിൻ ജനഹൃദയങ്ങളിൽ ഒരു മധ്യസ്ഥിതി പോലെ കുടികൊള്ളുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം
സാമ്രാജ്യത്വ ശക്തികളോട് കട്ടക്കുപുറത്ത് എന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മറ്റൊരു പ്രഖ്യാപനവുമായി കടന്നു വരികയാണ്. യുവാക്കളുടെ ഹൃദയങ്ങളിലേക്ക് കുടിയേറുക ലഹരികളോട് കട്ടക്കുപുറത്ത് എന്ന പ്രഖ്യാപനവുമായി ഇതാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കടന്നു വരികയാണ്. ഈ ഐതിഹാസികമായ വാക്കത്തോട് ഇതാ കടന്നു വരികയാണ്. അതെ പ്രിയമുള്ളവരെ, നിയമം സന്ദർശിച്ചവർ ആ നാട് ദർശിച്ചു ജീവിതബന്ധമില്ലാതെ പോയ യുവാക്കൾ ആ യുവതലമുറ അത് അവർക്ക് അവരുടെ ജീവിതത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അത് ഇതിനെല്ലാം ഒത്താശ ചെയ്യുക അതേ വിദ്യാലയങ്ങളിൽ കലാലയങ്ങളിൽ ലഹരികളുടെ വിപണന കേന്ദ്രങ്ങൾ ചേർക്കുന്നുണ്ട്. അതിനെതിരെ പ്രതികരിക്കുവാനോ നടപടിയെടുക്കുവാനോ മുതലാത്ത ഈ നാട്ടുവരീക്കുന്ന ഭരണകൂടത്തിന്റെ ശക്തമായ താക്കീത് നൽകിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം ഇതായി വഴിക്കാരിയിലൂടെ കടന്നു വരികയാണ്. ഈ പുലരിയിൽ അതേ നമുക്ക് ലഹരിക്കെതിരായി നടക്കാം. പ്രിയമുള്ളവരെ, ലഹരി മരുന്നുകൾ നേതൃത്വത്തിൽ നിന്നും പ്രബോധത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് നടക്കാവുന്ന പ്രഖ്യാപനവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം കടന്നു വരികയാണ്. നിരവധി ഐതിഹാസികങ്ങളായ സമര പോരാട്ടങ്ങളിലൂടെ ഈ നാടിൻ ജനഹൃദയങ്ങളിൽ ഒരു മന്ത്രിനി പോലെ കുടികൊള്ളുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം അതേ സാമ്രാജ്യത്വ ശക്തികളുടെ അതേ അവരുടെ തലത്തോടുകളിൽ നിന്നും മുതിർന്നവരുടെ വെടികൊണ്ടകൾക്ക് മുമ്പിൽ നിന്നുകൊണ്ട് കട്ടക്കുപുറത്ത് എന്ന് പ്രഖ്യാപിച്ച ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം അതേ ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം ആ ഇന്ത്യ സമരങ്ങളുടെ സ്മരണകളിൽ പറയുകയാണ്, മറ്റൊരു പ്രഖ്യാപനം നടത്തുകയാണ്. ഇന്ന് യുവാക്കളുടെ ഹൃദയങ്ങളിലേക്ക് കുടിയേറുക ലഹരി മരുന്നുകളോട് കട്ടക്കുപുറത്ത് എന്ന പ്രഖ്യാപനവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം ഇതാ കടന്നു വരികയാണ്. ഈ വഴിധാരയിലൂടെ അതേ കണ്ണൂർ നഗരത്തിന്റെ ചരിത്ര താളുകളിൽ തങ്കലിപ്പില്ലാത്ത ജ്ഞാനേന്ദ്രം ചെയ്യപ്പെടുന്ന ഇതാ ഐതിഹാസികമായ വാക്കത്തോൾ ഇതാ ഈ വാഹനത്തിൽ തൊട്ട് പിന്നാലെ വരികയാണ്. പ്രിയമുള്ളവരെ, അതേ ഏതാനും സ്ത്രീകൾക്ക് മുമ്പ് എറണാകുളം ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന്റെ കവാടത്തിൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമാരാധ്യനായ ജനറൽ സെക്രട്ടറി ശ്രീ കെ വേണുഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ച ഐതിഹാസികമായ വാക്കത്തോടിതാ കടന്നു വരികയാണ്. നിരവധി ഐതിഹാസികങ്ങളായ സമര പോരാട്ടങ്ങളിലൂടെ ഈ നാടിൻ ജനഹൃദയങ്ങളിൽ ഒരു മന്ത്രത്തിന് പോലെ കുടികൊള്ളുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം സൂര്യനസ്തമിക്കാത്ത കുട്ടി സാമ്രാജ്യത്വ ശക്തികളുടെ ആ നിറത്തൂക്കുകളിൽ നിന്നും ഉതിർന്ന വിവിധ വെടിയുണ്ടകൾ നെഞ്ചോട് തീർച്ചു നിൽക്കുമ്പോഴും കട്ടിക്കുപുറത്ത് എന്ന് പ്രഖ്യാപിച്ച ഇന്ത്യ സമരത്തിൽ നേതൃത്വം നൽകിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം മറ്റൊരു പ്രഖ്യാപനവുമായി ഇതായി കണ്ണൂർ നഗരത്തിന്റെ ഹൃദയത്തിലൂടെ നടക്കുകയാണ്. അതേ ഈ യുവാക്കളുടെ ഹൃദയങ്ങളിലേക്ക് കുടിയേറുക മയക്കുമരുന്നുകളോട് കട്ടക്കുപുറത്ത് എന്ന പ്രഖ്യാപനവുമായി ഇതാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടിപ്പിച്ചിട്ടുള്ള ഐതിഹാസികമായ വാക്കത്ത് ഇതാ ഈ വാഹനത്തിന് പിന്നാലെയായി കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, ലഹരി മരുന്നുകളുടെ അടിമത്തത്തിൽ നിന്നും സുബോധത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് നടക്കാവുന്ന പ്രഖ്യാപനവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കേരള ഘടകം സംഘടിപ്പിച്ചിട്ടുള്ള ഐതിഹാസികമായ വാക്കത്തോടിന് കടന്നു വരികയാണ്. ഈ വാക്കത്തോടിൽ ഈ നടത്തത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ തുറക്കുട്ടന്മാർ അതുപോലെ മഹിളാ കോൺഗ്രസിന്റെ അതേ പ്രിയമുള്ളവരെ മൈക്ക് മരുന്നുകൾ കൊണ്ട് ഏറ്റവും വലിയ കണ്ണീർ വാർക്കുന്ന ഹൃദയങ്ങൾ തകർന്നു പോകുന്ന അമ്മമാർ അവരും ഈ ജാഥയിൽ ഈ നടത്തത്തിൽ പങ്കുചേരുകയാണ്. അതുപോലെ കലാലയങ്ങളുടെ കരുത്തായ അത് KSUവിന്റെ തുറക്കുട്ടന്മാർ അവരും വരികയാണ്. നമുക്ക് ഈ ഒന്നുചേർന്ന് ഈ മൈക്ക് മരുന്നിനെതിരെ ഈ മഹാവിപത്തിനെതിരെ ചേർന്ന് നിൽക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പം ആ പ്രഖ്യാപനവുമായി ഇതാ കടന്നു വരികയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഐതിഹാസികമായ വാക്കത്തോട് വരികയാണ്. ഇതാ ഈ വാഹനത്തിൽ തൊട്ട് പിന്നാലെ ഇതാ നിങ്ങളുടെ അരികിലേക്ക് ഇവിടത്തെ ഹൃദയങ്ങളിലേക്ക് ഹൃദയവീഥിയിലേക്ക് ഇതാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം കടന്നു വരികയാണ്. ലഹരി മരുന്നുകളുടെ അടിമത്തത്തിൽ നിന്നും സുബോധത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് നടക്കാമെന്ന പ്രഖ്യാപനവുമായി ഇതാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടിപ്പിച്ചിട്ടുള്ള ഐതിഹാസികമായ വാക്കത്തോൾ ഇതാ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, നിരവധി ഐതിഹാസികങ്ങളായ സമര പോരാട്ടങ്ങളിലൂടെ ഈ നാടിൻ ജനഹൃദയങ്ങളിൽ ഒരു മന്ത്രധ്വനി പോലെ കുടികൊള്ളുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം ഒരിടത്തമില്ലാത്ത ഈ സാമ്രാജ്യത്വ ശക്തികളുടെ നിറത്തൂക്കുകളിൽ നിന്നും മുതിർന്ന വെടിയുണ്ടകൾ സ്വന്തം പെരുമാറിലേക്ക് ഏറ്റുവാങ്ങുമ്പോഴും കട്ടക്കുപുറത്ത് ഉള്ളക്കാരായ ആക്രോശിച്ച എന്ന സമര പ്രഖ്യാപനത്തിന്റെ ആ സ്മരണകളും അയച്ചിറക്കിക്കൊണ്ട് അതേ മറ്റൊരു പ്രഖ്യാപനവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം ഇതായി തീരുമാനങ്ങളിലേക്ക് കടന്നു വരികയാണ്.
യുവാക്കളുടെ ഹൃദയങ്ങളിലേക്ക് കുടികേറിയ മയക്കുമരുന്നുകളുടെ ഐതിഹാസികമായ ഈ നാടിന്റെ ചരിത്രത്താളുകൾ കടന്നു വരികയാണ്. ഈ നടത്തത്തിൽ ഈ വർഷത്തോടെ അത് അതുപോലെ കുളാക്കൊണ്ടത്തിന്റെ അതേ വിപരീത കുടിയിൽ ഏറ്റവും അധികം കണ്ണീർ വാർത്തേണ്ടി വരിക, അതേ ഏറ്റവും അധികം അനുഭവിക്കുക, അത് ഇവിടെ ഈ വർഷത്തോടെ കൊണ്ടുചേരുകയാണ്. അതേ അതുപോലെ കലാലയങ്ങളുടെ എല്ലാവരും ഈ വർഷത്തോടെ കൊണ്ടുചേരുന്നു. ഈ നാടിന്റെ ചരിത്രത്താളുകളിൽ ചെയ്യപ്പെടുക ഒരു മഹാസംഭവത്തിന് ഐതിഹാസികങ്ങളായ സമരപോരാട്ടങ്ങളിലൂടെ ഈ നാടിൻ ഹൃദയം പോലെ കുടികൊള്ളുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ശക്തികളുടെ നിറത്തോക്കുകളിൽ നിന്നും മുതിർന്ന വീരവെടിയുണ്ടകൾ സ്വന്തം പിരിവാറിലേക്ക് ഏറ്റുവാങ്ങുമ്പോഴും കട്ടപ്പുറത്ത് വെള്ളക്കാരായി ആക്രമിച്ച ഇന്ത്യ എന്ന് പ്രഖ്യാപിച്ച ആ ഇന്ത്യ ദിനത്തിന്റെ സ്മരണകളിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കണ്ടുപിടിക്കുകയുമായി ഇതായി പരിപോലങ്ങളിലേക്ക് കടന്നുവരികയാണ്. യുവാക്കളുടെ ലഹരിമരുന്നുകളോട് അതേ കടപ്പുറത്ത് എന്ന പ്രഖ്യാപനവുമായി ഇതായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം കടന്നു വരികയാണ്. ഏതാനും സമയങ്ങൾക്ക് മുമ്പ് കലൂർ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന് സമീപത്ത് നിന്ന് അതേ നൂറുകണക്കിന് ആയിരക്കണക്കിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമാരാധനായ ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ച ഐതിഹാസികമായ അത് ഈ മെട്രോ നഗരത്തിന്റെ ഹൃദയങ്ങളിലൂടെ ഈ നാടിന്റെ ചരിത്രത്താളുകളിൽ സഞ്ചരിപ്പിക്കാൻ സഞ്ചാലേഖനം ചെയ്യപ്പെടേണ്ട മഹാസംഭവത്തിന് ഈ നാട്ടിൽ ഈ വാഹനത്തിന് പിന്നാലെ അവർ വരികയാണ്. കടന്നു വരികയാണ്. ആ നാട് നശിച്ചു പ്രിയമുള്ളവരെ. അതേ ജീവിതമെന്ന ലഹരി ആസ്വദിക്കാൻ അറിയാതെ പണം കൊടുത്ത് ലഹരി വാങ്ങുന്ന ഈ വസ്തുത്തിനോട് അത് അരുത് പാലിച്ചാതായ നിങ്ങൾ മയക്കുമരുന്നിൽ നിന്നും പാലിക്കുകയും ആ പ്രഖ്യാപനവുമായി അത് ഈ വാഹനത്തിന് പിന്നാലെ ആകടക്കുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ അതുപോലെ മഹാകോൺഗ്രസിന്റെ അതേ ഏറ്റവും വലിയ പട്ടികയുടെ സർക്കാർ ഈ വാക്കത്തോടെ ചേരുകയാണ്. കലാലയങ്ങളുടെ ഇതായി ഒരു മഹാസംഭവത്തിന് ഈ നാട് കൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടിപ്പിച്ചിട്ടുള്ള ഐതിഹാസികമായ ആത്മത്തോടിത കടന്നു വരികയാണ്. ഈ പുലരിയിൽ നമുക്ക് ലഹരിക്കെതിരെ നടക്കാം പ്രിയമുള്ളവരെ. അതേ ലഹരി മരുന്നുകൾ അടിമത്തത്തിൽ നിന്നും സ്വബോധത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് നടക്കാം പ്രിയമുള്ളവരെ. ആ ആഹ്വാനവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം കടന്നു വരികയാണ്. ഏതാനും സമീപത്ത് കലൂർ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന് സമീപത്ത് വെച്ച് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമാരാധ്യനായ ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ച ഐതിഹാസികമായ ഈ വഴിത്താരയിലൂടെ കടന്നു വരികയാണ്. നിരവധി ഐതിഹാസികങ്ങളായ സമരപോരാട്ടങ്ങളിലൂടെ ഈ നാടിൻ ജനഹൃദയങ്ങളിൽ ഒരു മഹത്വത്തിന് പോലെ കണ്ടുകൊള്ളുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്വ ശക്തികളുടെ നിറത്തോക്കുകളിൽ നിന്നുകൊണ്ട് വീരവെടിയുണ്ടകൾ സ്വന്തം പിരിവാറിലേക്ക് വാങ്ങുമ്പോഴും വെള്ളക്കാര കടക്കുപുറത്ത് എന്ന് പ്രഖ്യാപിച്ച ആ ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം അവർ മറ്റൊരു പ്രതിനിധിയുമായി മറ്റൊരു ആഹ്വാനവുമായി കടന്നു വരികയാണ്. ഇന്ന് ഈ വർഷത്തിന്റെ ഹൃദയങ്ങളിലേക്ക് കുടിയേറുന്ന മയക്കുമരുന്നുകളെ കടക്കുപുറത്ത് എന്ന പ്രഖ്യാപനവുമായി ഇതാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആധിപത്യത്തിൽ നടക്കുന്ന ഐതിഹാസികമായ വാർത്തകൾ ഇതാ കടന്നു വരികയാണ്. ഈ മെട്രോ നഗരത്തിന്റെ ചരിത്രത്താളുകളിൽ സഞ്ചാലേഖനം ചെയ്യപ്പെടേണ്ട ഒരു മഹാസംഭവത്തിന് ഈ നാടും ഇവിടത്തെ മണ്ണും ഇവിടത്തെ മനസ്സുകളും സാക്ഷ്യം വഹിക്കുകയാണ്. അതേ പ്രിയമുള്ളവരെ ലഹരി മരുന്നുകളുടെ അടുക്കത്തിൽ നിന്നും പ്രബോധത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് നടക്കാം.
ഇതാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം നിലനിർത്തുകയാണ്. ഇതാ അവർ കടന്നു വരികയാണ്. അത് ഈ സമരമുഖത്ത് ഈ നടക്കത്തിന് ഈ വാക്കത്തോടെ അത് യൂത്ത് കോൺഗ്രസിന്റെ കർമ്മപടന്മാർ അതുപോലെ മക്കളാ കോൺഗ്രസിന്റെ ഈ മനസ്സിലുള്ള ഉപയോഗം മൂലം ഏറ്റവും അധികം ഹൃദയം പോയ അവരും ഈ വാക്കത്തോടെ പങ്കുചേരുകയാണ്. കലാലയങ്ങളുടെ കരുത്തായ യേശുവിന്റെ കുലക്കുട്ടന്മാർ അവരും ഇതാ ഇതിൽ പങ്കുചേരുകയാണ്. അതേ നമുക്ക് ലഹരിക്കെതിരെ ഒരുമിക്കാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തുടങ്ങിയതിൽ അതേ പ്രിയമുള്ളവരെ ഇതാ വരികയാണ്. അതേ യുവത്വം നശിച്ചാൽ നാട്ടുകക്ഷിക്കും പ്രിയമുള്ളവരെ അതേ ജീവിതം എന്ന ലഹരി അറിയാതെ പോകുന്നത് പണക്കുടത്തിന് കൈമാറുമ്പോൾ അതേ ഈ നാടിന്റെ പങ്കാളികളാകട്ടെ എന്ന ചോദ്യവുമായി നാട്ടുഭരിക്കുന്ന ഭരണകൂടത്തിന് ഒരു ശക്തമായ ഈ നാടിന്റെ ചരിത്രപ്രായങ്ങളിൽ മറ്റൊരാഹ്വാനവുമായി ഇതായി വലിക്കാരികൾ കടന്നു വരികയാണ്. ഇന്ന് യുവാക്കളുടെ ഹൃദയങ്ങളിലേക്ക് കുടികയറുന്ന ആ ലഹരി മരുന്നുകളോട് അടക്കുപുറത്ത് എന്ന പ്രഖ്യാപനവുമായി ഇതാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം വരികയാണ്. ഇതാ ഏതാനും സമയങ്ങൾക്ക് മുമ്പ് കലൂർ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന്റെ സമീപത്ത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമാരാധ്യനായ ജനറൽ സെക്രട്ടറി വേണുഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ച ഐതിഹാസികമായ വാക്കത്തോൺ ഇതാ വരികയാണ്. ഈ മെട്രോ നഗരത്തിന്റെ ചരിത്രത്താളുകളിൽ സംഘടിപ്പിക്കാൻ ജ്ഞാനേതരം ചെയ്യപ്പെടേണ്ട ഒരു മഹാസംഭവത്തിന് ഈ നാട് ഇവിടുത്തെ മണ്ണുകയും ലഹരിക്കെതിരെ നടക്കാം പ്രിയമുള്ളവരെ. അതേ ജീവിതമെന്ന ലഹരി അറിയാതെ പണം കൊടുത്ത് ലഹരി വാങ്ങുന്ന യുവാക്കളെ അതേ ഞങ്ങൾക്ക് ഒരുമിക്കാം ഈ ലഹരി എന്ന മഹാവിപത്തിനെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പം പണിചേരുക എന്ന പ്രഖ്യാപനവുമായി ഇതാ അവർ കടന്നു വരികയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം കടന്നു വരികയാണ്. അതേ ലഹരി വണ്ടി കുറച്ച് അടുത്തേക്ക് എത്താനാണ് അതിലുപരി മഹിളാ കോൺഗ്രസിന്റെ കണ്ണൂർ പോരാട്ടക്കുമാർ ഹൃദയം പൊട്ടുന്നക്കുമാർ അവരും പങ്കുചേരുകയാണ് ഈ വാക്കത്തോടുന്ന ഈ നടത്തത്തിൽ. അതുപോലെ കലാലയങ്ങളുടെ കരുത്തരായ KSUവിന്റെ ചുണക്കുട്ടന്മാർ അവരും ചേരുകയാണ്. അതേ പ്രിയമുള്ള യുവസഭയെ അതേ നമുക്ക് ഒരുമിക്കാം ലഹരി മരുന്നുകൾക്കെതിരെ ലഹരിക്കെതിരെ നമുക്ക് ഉണ്ടാകാവുന്ന ആഹ്വാനവും പ്രഖ്യാപനവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം ഇതായി മണിസാരയിലൂടെ കടന്നു വരികയാണ്. അതേ ഇന്ന് രാവിലെ അതേ പ്രിയമുള്ളവരെ കലൂർ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന് സമീപത്ത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമാരാധനായ ജനറൽ സെക്രട്ടറി വേണുഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ച ഐതിഹാസികമായ വാക്കത്തോൺ ഇതായി വാഹനത്തിന് തൊട്ടു പിന്നാലെയായി കടന്നു വരികയാണ്. ഇന്ന് വിദ്യാലയങ്ങളിലും കലാലയങ്ങളിലും അതേ മയക്കുമരുന്നിന്റെ വിപണികളും ഓരോന്നോരോന്നായി തുറക്കുമ്പോഴും അതിനെതിരെ ശബ്ദിക്കാത്ത പ്രതികരിക്കാത്ത അതിനെതിരെ നടപടികൾ സ്വീകരിക്കാത്ത നാട്ടുഭരിക്കുന്ന ഭരണകൂടത്തിനും
ശക്തമായ താക്കീത് നൽകി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം കടന്നു വരികയാണ്. ഇതായി വെടിത്താരയിലൂടെ അവർ വരികയാണ്. പ്രിയമുള്ളവരെ, നിരവധി ഐതിഹാസികങ്ങളായ സമര പോരാട്ടങ്ങളിലൂടെ ഈ നാടിൻ ജനഹൃദയങ്ങളിൽ ഒരു മന്ത്രധ്വനി പോലെ കുടികൊള്ളുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ശക്തികളുടെ നിറസൂക്ഷികളിൽ നിന്നും ഉയർന്നു വീണ വെടിയുണ്ടകൾ സ്വന്തം പിരിവാറിലേക്ക് ഏറ്റുവാങ്ങുമ്പോഴും വെള്ളക്കാര കടക്ക് പുറത്ത് ഇന്ത്യക്ക് വെളിയിൽ എന്ന് സമരത്തിന്റെ സ്മരണകളെ നിരത്തിക്കൊണ്ട് മറ്റൊരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം കടന്നു വരികയാണ്. അതേ യുവാക്കളുടെ മനസ്സുകളിലേക്ക് കുടിയേറുക, അവരുടെ ശരീരത്തിലേക്ക് കുടിയേറുക മയക്കുമരുന്നുകളെ കടക്ക് പുറത്ത് എന്ന പ്രഖ്യാപനവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം കടന്നു വരികയാണ്. ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം വരികയാണ്. പ്രിയമുള്ളവരെ, ഇതാ നിങ്ങളുടെ ഇതിലേക്ക് അത് ഏതാനും ഘട്ടങ്ങൾക്ക് മുമ്പ് കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയം ജവഹർലാൽ സ്റ്റേഡിയത്തിന്റെ സമീപത്ത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സ്മാരാധ്യനായ ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ഐതിഹാസികമായ സമര പോരാട്ടങ്ങളിലൂടെ ഈ നാടിൻ ജനഹൃദയങ്ങളുടെ മന്ത്രത്തിന് കൂടി കൊള്ളുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം സാമ്രാജ്യത്വ ശക്തികളുടെ ജനത്തോക്കുകളിൽ നിന്നും മുതിർന്ന വെള്ളക്കാര കടച്ചുപുറത്ത് സമരത്തിന്റെ ആ സ്മരണപരമായി ഇതാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മനസ്സിലാക്കുവാനുമായി കടന്നു വരികയാണ്. ഇന്ന് യുവാക്കളുടെ ഹൃദയങ്ങളിലെ കിടന്നേറുക കുടിയേറുന്ന ലഹരി മരുന്നുകളെ അതേ കടക്കുപുറത്ത് എന്ന പ്രഖ്യാപനവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം കടന്നു വരികയാണ്. ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഈ വാക്കത്തോടിൽ പ്രിയമുള്ളവരെ, യൂത്ത് കോൺഗ്രസിന്റെ ഗുണകൂട്ടന്മാർ, അതുപോലെ മഹിളാ കോൺഗ്രസിന്റെ മയക്കുമരുന്നുപോൽ കൊണ്ട് ഏറ്റവും അധികം ഹൃദയം തകർന്നു പോയ അമ്മമാർ അതേ അവരും പങ്കുചേരുകയാണ്. കലാലയത്തിന്റെ കരുത്തായ ദേശീയന്റെ ഗുണകൂട്ടന്മാർ അവരും പങ്കുചേരുകയാണ്. നമുക്ക് ലഭിക്കാം ഈ മഹാവിപത്തിനെതിരെ അതേ ഈ പിഴയിൽ നമുക്ക് ലഭിക്കായി ഉണ്ടാകാം. നമുക്ക് ഒന്നായി നടത്താം. ഞാൻ പ്രഖ്യാപനവുമായി ഇതാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം കടന്നു വരികയാണ്. ഒരു മഹാസംഭവത്തിന് ഈ നാട് കൃത്യം 6:07 കലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച വാക്കത്തോൺ മറൈൻ ഡ്രൈവിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ മുഴുവൻ ഈ വാക്കത്തോണിൽ പങ്കെടുത്ത ആളുകൾക്കും നമ്മുടെ ഈ വേദിയുടെ ഇടതുവശത്ത് ബ്രേക്ക്ഫാസ്റ്റ് സൗകര്യം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാവുന്നതാണ്. മുഴുവൻ ആളുകളും ഈ വേദിയുടെ അടുത്തേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
ഈ വാക്കത്തോണിൽ പങ്കെടുത്ത് ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കുമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഈ വേദിയുടെ ഇടതുവശത്തെ കൗണ്ടറിലുള്ളതാണ്. എല്ലാവർക്കും അവിടെ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാവുന്നതാണ്. മൊബൈൽ ഫോൺ കളഞ്ഞിട്ടുണ്ട്. പാർലമെന്റ് കിട്ടുന്ന ഒരു മൊബൈൽ ഫോൺ ഇവിടെ കളഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ വാക്കത്തോണിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഈ കൗണ്ടറിന്റെ ഇടതുവശത്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ വേസ്റ്റ് ഒരു സ്ഥലത്ത് വലിച്ചെറിയരുത്. വേസ്റ്റ് നിക്ഷേപിക്കുന്നതിനുള്ള വേസ്റ്റ് ബോക്സ് ഉണ്ട്. അതിൽ തന്നെ എല്ലാവരും വേസ്റ്റ് ബോക്സിൽ തന്നെ വേസ്റ്റ് നിക്ഷേപിക്കുന്നതാണ്. ആവശ്യമായി യാതൊരു കാരണവശാലും നിങ്ങൾ വേസ്റ്റ് പുറമെ ഈ പ്രദേശത്ത് വലിച്ചെറിയരുത്. അതായത് കൗണ്ടറിന്റെ അടുത്ത് തന്നെ വേസ്റ്റ് ബോക്സ് ഉണ്ട്. അതിൽ തന്നെ ആ വേസ്റ്റ് പ്ലേറ്റുകൾ നിക്ഷേപിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വളരെ വിജയകരമായി തന്നെ ഈ ഇവിടെ സമാപിച്ചിരിക്കുകയാണ്. ക്വിറ്റ് ഇന്ത്യ ദിനത്തിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ക്വിറ്റ് ഡ്രഗ് എന്ന പേരിൽ ലഹരി കടക്കുപുറത്ത് ലഹരിയെ പിന്തുണയ്ക്കുന്നവരിൽ കടക്കുപുറത്ത് ലഹരി വ്യാപനത്തെ തടയാൻ നടപടികൾ സ്വീകരിക്കാത്തത് എല്ലാം കഴിഞ്ഞു. ഭക്ഷണം കഴിക്കാനുള്ള സമയമാണ്. പക്ഷെ ഒരു വാക്ക് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി നന്ദി പറയേണ്ടതായി നേടിയെടുക്കുന്നതിന് വേണ്ടി രാഷ്ട്രപിതാവിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ സമരങ്ങളിൽ ഏറ്റവും ശക്തമായ പ്രശ്നമായിരുന്നു ദേശീയർ കടക്കുപുറത്ത് സമരം. ആ സമരത്തിന്റെ ദിവസത്തിൽ കേരളത്തിലെ കോൺഗ്രസ് സഹോദരിമാർ, അമ്മ പെങ്ങന്മാർ ഇവരെല്ലാവരും ചേർന്ന് ഈ നാടിനെ ഇന്നത്തെ നിലയിൽ ഏറ്റവും ശക്തമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരായി, മയക്കുമരുന്നിനെതിരായി ഒരു യുദ്ധപ്രഖ്യാപനം ഇന്ന് എറണാകുളത്ത് വളരെ വിജയകരമായി നടത്തിയിരിക്കുകയാണ്. സഹപ്രവർത്തകർക്കും പ്രത്യേകമായി നേതാക്കന്മാർ ഉദ്ഘാടനം ചെയ്യാനെത്തിയ ബഹുമാന്യ AICC ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ MP, പ്രതിപക്ഷ നേതാവ് ശ്രീ BD സതീശൻ, AICCയുടെ കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി തുടങ്ങിയ മുഴുവൻ നേതാക്കന്മാർക്കും നന്ദി പറഞ്ഞ്, മുഴുവൻ സഹപ്രവർത്തകർക്കും നന്ദി പറഞ്ഞ്, മാധ്യമ സുഹൃത്തുക്കൾക്ക് പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിരിയാം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു. യോഗ നടപടികളെല്ലാം അവസാനിച്ചിരിക്കുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിന് ഫ്ലാഗ് കൈമാറുകയാണ്. APC മുഹമ്മദ് ഷിയാസിന് ഫ്ലാഗ് കൈമാറുന്നു. ഓക്കെ.